ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا بي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فارتقب നിങ്ങൾ പ്രതീക്ഷിക്കുക യൗമ തഅതി സമാഉ ആകാശം കൊണ്ടുവരുന്ന ദിവസത്തെ ബിദുഖാനിൻ മുബീൻ സ്പഷ്ടമായ പുകയെ യഖ്ശന്നാസ ജനങ്ങളെ മൂടുന്ന ഹാദാ അദാബുൻ അലീം ഇത് വേദനാജനകമായ ശിക്ഷയാണ് റബ്ബന ക്ഷിഫ് അന്നൽ അദാബ ഞങ്ങളെ രക്ഷിതാവേ ക്ഷിഫ് അന്ന ഞങ്ങളിൽ നിന്ന് മാറ്റണേ അൽ അദാബ ശിക്ഷയെ ഇന്നാ മുഅ്മിനൂൻ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് അന്നാ ലഹുമുസ് ദിക്റ സ്മരണ അവർക്ക് എന്താവാനാണ് വഖദ് ജാഅഹും റസൂലും മുബീൻ അവർക്ക് വ്യക്തമായ ദൂതൻ വന്നതിന് ശേഷം വന്നിരിക്കുന്നു സുമ്മ തവല്ലൗ അൻഹു വ്യക്തമായ ദൂതൻ വന്നിട്ടും അവർ തവല്ലൗ അൻഹു ആ ദൂതനെ തൊട്ടവർ തിരിഞ്ഞുകളഞ്ഞു വഖാലു എന്നിട്ട് അവർ പറയുകയും ചെയ്തു മുഅല്ലമുൻ മജ്നൂൻ അഭ്യസിപ്പിക്കപ്പെട്ട ഭ്രാന്തനാണ് ഇന്നാ കാശിഫുൽ അദാബി ഖലീലൻ ശിക്ഷയെ നമ്മളൊരൽപ്പം അതിനെ മാറ്റിയപ്പോൾ ഇന്നക്കും ആയിദൂൻ വീണ്ടും നിങ്ങൾ അതിലേക്ക് തന്നെ മടങ്ങി വരികയാണ് യൗമ നബ്തിഷുൽ ബത്ഷത്തൽ കുബ്ര നമ്മുടെ കടുപ്പപ്പെട്ട പിടുത്തം വരുന്ന ദിവസം ഇന്നാ മുൻതഖിമൂൻ അന്ന് നാം പ്രതികാര നടപടിയെടുക്കുന്നതാണ് ഫർതഖിബ് നിങ്ങൾ പ്രതീക്ഷിക്കും യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ ആകാശം ഒരു വ്യക്തമായ പുക കൊണ്ടുവരുന്നതിന് ദുഖാൻ എന്ന് പറഞ്ഞാൽ പുക എന്നർത്ഥം ദുഖാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മംനൂ തദ്ഖീൻ എഴുതിയത് അല്ലേ പുകവലി നിരോധനം തദ്ഖീൻ എന്നാണ് പറയൽ എന്തിന് പുകക്ക് പുകവലിക്ക് ദുഖാൻ പുക ആകാശത്ത് പുക വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നോളി വരുന്ന ദിവസത്തെ നിങ്ങൾ കാത്തിരുന്നോളി എന്നാണ് സഹാബാക്കൾക്ക് ഈ കാര്യത്തിൽ സഹാബാക്കൾക്കും താബീയങ്ങൾക്കും ഈ പുക എന്താണ് എന്നതിനെ പറ്റി 3 അഭിപ്രായങ്ങളാണ് ഒന്നാമത്തെ അഭിപ്രായം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഹദീസുകളിൽ അവസാന സമയത്ത് എന്തുവരും പുക വരും എന്ന് പറയുന്നുണ്ട് ആ പുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരഭിപ്രായം ഈ അഭിപ്രായം ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അബൂ ഹുറൈറ സെയ്ദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ തുടങ്ങിയ ആൾക്കാരുടെ അഭിപ്രായമാണ് ഹസ്രത്ത് അബൂ സഈദ് ഖുദ്രി ഹുസൈഫത്ത് ബിൻ ഉസൈദ് ഗഫാരി റളിയല്ലാഹു അൻഹു
മർഫൂ ആയിട്ട് ഒരു റിവായത്ത് വരുന്നുണ്ട് വിശദമായ നിലയിൽ, അത് പിന്നീട് വരുന്നുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം ഇത് ഈ പുക വന്നു കഴിഞ്ഞു എന്നാണ്. അത് മക്ക മുക്കറമയിൽ ഒരു വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചു പ്രയാസപ്പെടുത്തിയപ്പം മക്കക്കാർക്ക് ഒരു വലിയ കടുത്ത ദാരിദ്ര്യം വന്നിരുന്നു. അതിനെക്കുറിച്ചാണ് ആ പുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ഉത്തരമെന്ന നിലയിലാണ് ആ എന്ത് വന്നിരുന്നത്, ആ ക്ഷാമം അവർക്ക് വന്നിരുന്നത്. എത്രത്തോളം ആ ക്ഷാമം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ശക്തമായ വിശപ്പ് കാരണം മനുഷ്യരും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, മരിച്ചുപോയിരുന്നു. അങ്ങനത്തെ ഒരു ശക്തമായ ദാരിദ്ര്യം മക്കയിലുണ്ടായിരുന്നു. ആകാശത്തുനിന്ന് ദാരിദ്ര്യം വരുമ്പോൾ പിന്നെ ഉണ്ടാവേണ്ടത് എന്താണ്, മഴയാണ്. മഴയ്ക്ക് പകരം ഒരു പുക പോലെ അവർക്ക് കണ്ടിരുന്നു എന്ന് പറയുന്നു. അതാണ് ഈ പുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. ഹദറത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമാണ് ഈ അഭിപ്രായത്തിന്റെ കാര്യപ്പെട്ടത്. മൂന്നാമത്തെ അഭിപ്രായം ഈ പുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫത്ഹ് മക്കന്റെ ദിവസം ഉണ്ടായിരുന്ന പൊടിപടലങ്ങൾ നിറഞ്ഞ ആകാശം, പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ ഒരു സംഭവമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അഭിപ്രായങ്ങളാണ്. പക്ഷെ ഈ അഭിപ്രായങ്ങളെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെല്ലാവരും രണ്ടാമത്തെ അഭിപ്രായമാണ് ഇതിൽ പ്രബലമായി ഹദീസുകളോടും മറ്റൊക്കെ സാമ്യമായി വന്നു. ഖിയാമത്ത് നാളിന്റെ പുക വരും, അത് യാഥാർത്ഥ്യമാണ്, അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. മൂന്നാമത്തെ അഭിപ്രായത്തിനോട് ആർക്കും എന്തില്ല, അങ്ങനെ ഫത്ഹ് മക്കന്റെ ആ പൊടിപടലങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനോട് വളരെ കുറഞ്ഞ ആളുടെ അഭിപ്രായം ഉണ്ട് മാത്രം. പക്ഷെ അത് പിന്നീട് വരുന്ന ആയത്തുകളുമായിട്ട് എന്തില്ല, അതിന് ബന്ധമില്ലാത്തതുകൊണ്ട് ആ അഭിപ്രായമല്ല. കാര്യമായ അഭിപ്രായം വരുന്നത് അത് മക്കയിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ആ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളാണ്. സഹീഹ് മുസ്ലിമിൽ ഹദ്റത്ത് ഹുദൈഫ ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു എന്ന റിവായത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആകാശത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, തങ്ങൾ സഹാബാക്കൾ പറയണേ, ഞങ്ങള് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളാ സംഘത്തിലേക്ക് വന്നു. പുറത്തേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. आप सल्लल्लाहु अलैहि वसल्लम ने फरमाया कि क़ियामत उस वक्त तक कायम न होगी जब तक तुम 10 अलामतें न देख लो. നിങ്ങൾ 10 അടയാളങ്ങളെ കാണുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. 10 അടയാളങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഒന്നാമത്തേത് സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കലാണ്. രണ്ടാമത്തേത് പുക വരലാണ് ആകാശത്ത്. മൂന്നാമത്തേത് ദാബത്തുൽ അർദ് വരലാണ്. നാലാമത്തേത് യജൂജ് മഅജൂജാണ്. അഞ്ചാമത്തെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരലാണ്. ആറാമത്തെ ദജ്ജാൽ പുറപ്പെടലാണ്. 7, 8, 9. ആറാമത്തെ ദജ്ജാൽ 7, 8, 9 ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലാണ്. എന്ന് വെച്ചാൽ മശ്രിക്കിന്റെ ഭാഗത്ത് താഴ്ത്തപ്പെടുക, മഗ്രിബിന്റെ ഭാഗത്ത് താഴ്ത്തപ്പെടുക, പിന്നെ ജസീറത്തുൽ അറബ് ഭൂഖണ്ഡം അവിടെ താഴ്ത്തപ്പെടുക. അവ 9ആയി. 10ാമത്തേത് ഖൈറ അജിൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ജനങ്ങളെ ഇളക്കി മറിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഭവം. ഇബ്നു ജരീർ അബൂ മാലിക് അശ്അരി റിവായത്തിൽ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിലൊന്ന് പുകയായിരിക്കും ഖിയാമത്ത് നാൾ. അത് മുഅ്മിനീങ്ങൾക്ക് ഈ പുക പുറപ്പെട്ടാൽ ഒരു ജലദോഷം വഴി ഉണ്ടാവും.
കാഫിരീങ്ങളുടെ ഹൃദയങ്ങളെ അത് ശരീരം മുഴുവനും ആ പുക ബാധിച്ചിട്ടുണ്ടാവും. അവരുടെ ചെവിയിലൂടെയും അവരുടെ നാസാദ്വാരങ്ങളിലൂടെ ഒക്കെ അതിന്റെ പ്രയാസങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാഫിരീങ്ങൾക്ക് അത് വലിയ പ്രയാസമുള്ള ഒരു പുകയായിരിക്കും. എന്തായാലും ഖിയാമത്ത് നാൾ അടുക്കുമ്പോണ്ടാണ് ഈ പുകനെ പറ്റിയുള്ള റിവായത്താണ് വന്നത്. പക്ഷെ പിന്നീട് വരുന്ന ആയത്തുകളെ ചേർത്തിട്ട് ഉലമാക്കൾ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് പറയുന്നത് അത് മക്കയിലുണ്ടായ ദാരിദ്ര്യം, മക്കയിൽ ശക്തമായ ദാരിദ്ര്യമുണ്ട്. ആ ദാരിദ്ര്യത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ ദുആ ചെയ്തു, ആ ദാരിദ്ര്യം മാറി. പക്ഷെ അവർ വീണ്ടും എന്തായി? തങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി, വീണ്ടും പ്രയാസപ്പെടുത്താൻ തുടങ്ങി. ആ സംഭവമാണ് പിന്നെ യൗമ നബ്തിസുൽ ബത്ഷത്തുൽ കുബ്ര ഇന്നാ മുൻതഖിമൂൻ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞത് ബദർ യുദ്ധമാണ്, ബദറിലെ വിജയമാണ് എന്ന്. ഇതാണ് ഈ പുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫർത്തഖി, പ്രതീക്ഷിക്കുക. യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ, ആകാശം വ്യക്തമായ പുക കൊണ്ടുവരുന്നത്. ശക്തമായ ദാരിദ്ര്യം ഉണ്ടായാൽ വിശന്നിട്ട് എന്ത് ആവാതാവും? നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. കണ്ണ് കാണാതെ പിന്നെ എന്താ ഉണ്ടാവുക? ഒരു പുക മുടിയായിട്ട് ഒരു അങ്ങനത്തെ കാഴ്ച വാങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറയും? ഒരു പുക മൂടിയ മൈരി എന്നാണ് പറയുന്നത്. അതാണ് അതുകൊണ്ട് ശക്തമായ ദാരിദ്ര്യമുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫർത്തഖ് യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ പുക. ശത്രുക്കൾ നബി തങ്ങൾ സാധനങ്ങൾ ഉപദ്രവിച്ചു, കഷ്ടപ്പെടുത്തി. അവസാനം അവർക്ക് എന്ത് വന്നു? ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിച്ചു. അവരെ മൃഗങ്ങളും അവരുടെ മനുഷ്യരും ഒക്കെ എന്തായി പറഞ്ഞാൽ വിശന്ന് ചാവാൻ തുടങ്ങി. അങ്ങനെ ഒരു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ദുആ കൊണ്ട് അപേക്ഷിക്കുകയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് മാറി. ആ പ്രയാസം മാറിക്കഴിഞ്ഞു വന്നപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് യഖ്ഷന്നാസ്, ജനങ്ങളെ അത് മൂടി. ആ പുക മൂടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അവരെ മൂടി. ഹാദാ അദാബുൻ അലീം, ഇതൊരു വേദനാജനകമായ ശിക്ഷയായിരുന്നു. റബ്ബന ക്ഷിഫ് അന്നൽ അദാബ്, ഈ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ഈ അഭിപ്രായത്തിന് എന്ത് വരുന്നത്? പ്രാധാന്യം വരുന്നത്. സത്യത്തിൽ സഹാബാക്കളുടെ വലിയൊരു സംഘം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബാക്കളുടെ ഒക്കെ അഭിപ്രായം ഏതാണ്? ഖിയാമത്ത് നാളിന്റെ പുകയാണ് ഫർത്തഖി യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ എന്ന് പറയുന്നത്. പക്ഷേ പിൽക്കാലത്ത് വന്ന മുഫസ്സിറുകളൊക്കെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിലേക്ക് ചേരാൻ കാരണം ഈ പറഞ്ഞ ആയത്താണ്. റബ്ബന ക്ഷിഫ് അന്നൽ അദാബ്. അവര് ദുആ ചെയ്യാണ്, ഞങ്ങളെ തൊട്ട് എന്ത് മാറ്റണേ? ഈ ശിക്ഷയെ മാറ്റണേ. പുക വരികയാണെങ്കിൽ പിന്നെ ഇത് എന്തില്ല? ഇന്നാ മുഅ്മിനൂൻ, ഞങ്ങൾ എന്താണ്? വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു മക്കക്കാര്. അന്നാ ലഹുമുദ് ദിക്റ, അവർക്ക് ആ ഉപദേശം എന്താവാനാണ്? ഖദ് ജാഅഹും റസൂലുൻ മുബീൻ, വ്യക്തമായ ഒരു റസൂൽ അവരുടെ അടുക്കൽ വന്നിരിക്കുന്നു. സുമ്മ തവല്ലൗ അൻഹു, പിന്നെ അവരെന്ത് ചെയ്യാണ്? ആ റസൂലിനെ തൊട്ട് അവർ പിന്തിരിഞ്ഞു കളയുകയാണ്. എന്നിട്ട് വഖാലു, അവർ പറയാണ് മുഅല്ലമുൻ മജ്നൂൻ, പഠിപ്പിക്കപ്പെട്ട അഭ്യസിപ്പിക്കപ്പെട്ട ഒരു ഭ്രാന്തനാണ് എന്ന് വെച്ചാൽ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെവിടോ ആരോ എന്തോക്കോ പഠിപ്പിച്ചു കൊടുത്ത് അവസാനം എന്തായിട്ടുണ്ട്? നമ്മൾ പറയില്ലേ, ബുദ്ധി മറിഞ്ഞുപോയി, പഠിച്ചിട്ട് ബുദ്ധി മറിഞ്ഞ് ഭ്രാന്തനായതാണ് എന്ന് പറഞ്ഞാല് അതിനൊരു മറ്റേ ഭ്രാന്തന് ഒരു എന്തുണ്ട് വഴി? ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. നിങ്ങൾ ഈ വിടവൊക്കെ ഒന്ന് പൂർത്തിയാക്കി എനിക്ക് മനസ്സിലായില്ലേ? മുഅല്ലമുൻ മജ്നൂൻ എന്ന് പറഞ്ഞാൽ അഭ്യസിപ്പിക്കപ്പെട്ട ഒരു ഭ്രാന്തൻ എന്ന് വെച്ചാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എവിടുന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാരണം ബലി പറയാത്തൊക്കെ ആര് പറയുന്നുണ്ട്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആരോ, പക്ഷെ ആളെന്താണ്?
ആളെന്താണ്? ആള് ഭ്രാന്തനാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധനം പറയില്ല, അവന് പഠിച്ചെന്തതിന് മറിഞ്ഞുപോയി എന്ന് പറയും. അതൊരു മറ്റേ ഭ്രാന്തിന്റെ മൈലല്ല പറയില്ല, ഒരു മാന്യതയോട് കൂടിയുള്ള എന്താണ് എന്നാ ആളെന്താണ്, ആളൊരു ഭ്രാന്തനാണ് താനും. അങ്ങനെ ഉണ്ടാവും. നമ്മളെ മുണ്ടുമൊഴി കൂടെ എങ്ങനെ വാഴക്കാട് എങ്ങനെ ഒരാൾ നടന്നു അയമുട്ടിയൊക്കെ നടന്നത് ഫുള്ളിങ്ങനെ സാധനങ്ങളൊക്കെ പെറുക്കി ചളിയൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ സ്കൂളിൽ പോണ കാലത്ത്. പക്ഷെ അയാൾ ഈ കുറുക്കല്യാണം ഉണ്ടാവില്ല, അന്ന് ഇങ്ങനെ കണക്കൊക്കെ കൂട്ടാണ്ടാവും. ഫുള്ള് കണക്ക് ക്ലിയർ ആയിക്കും. ഫുള്ള് ചളിയും അവിടെ കിടക്കുന്ന തീപ്പെട്ടിയും സിഗരറ്റിന്റെ കൂടും ഒക്കെ ഒരു കവറിലാക്കി അങ്ങനെ പിടിച്ചു കിടക്കുന്ന ഒരാളുണ്ടായിരുന്നു. വരോ ചെങ്കിട്ടടിന്ന് മുമ്പര പറയില്ലേ അയാള്. പക്ഷെ ആ ചളിയുള്ള വേഷത്തിൽ മുമ്പ് കണക്ക് കൃത്യം ചെയ്തിരുന്നു. ഇവർ വാറു കോളേജിലോ മറ്റെന്തോ എഞ്ചിനീയറിംഗോ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് മറിഞ്ഞു പോയതാണെന്നാണ് നമ്മളെ കുട്ടിക്കാലത്ത് അറിഞ്ഞത്. എന്താ ഉള്ള കാലം. പക്ഷെ ബുദ്ധി പഠിച്ച് മറിഞ്ഞു പോലൊക്കെ ഉണ്ട് വെച്ചിരിക്കും. ഇതേപോലെ നിബിധങ്ങൾ ശാസ്ത്രങ്ങൾക്ക് ആരോ എന്തോ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആള് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് അവര് എന്ത് ചെയ്യുന്നു? നിബിധങ്ങൾ ശാസ്ത്രങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു. അതാണ് പറഞ്ഞത്. ഇന്ന കാശിഫുൽ അസാബ് ഖലീലൻ. ഇവരുടെ നിബിധങ്ങൾ ശാസ്ത്രങ്ങളെ ദുആ കാരണമായിട്ട് അസാബിന് ദാരിദ്ര്യത്തെ എന്താക്കി മാറ്റി. ഖലീലൻ എന്ത് കുറച്ച് സമയത്തേക്ക് ഒരു അയവ് വന്നപ്പോഴേക്കും ഇന്നക്കും ആയിദൂൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ പഴയതിലേക്ക് തന്നെ മടങ്ങി എന്ന് മനസ്സിലായോ? അതുകൊണ്ടാണ് രണ്ടാമത്തെ അഭിപ്രായമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൗമ നബ്തിസുൽ ബത്സത്തൽ കുബ്ര. അല്ലാഹു പറയാണ് യൗമ നബ്തിസുൽ ബത്സത്തൽ കുബ്ര. ബത്സ് എന്ന് പറഞ്ഞാൽ പിടിക്കാൻ, നമ്മുടെ കടുപ്പപ്പെട്ട പിടിക്കണ ദിവസം. ഇന്ന മുൻതഖിമൂൻ, അന്ന് നമ്മള് പ്രതികാര നടപടി എടുക്കുന്നതാണ്. അത് എന്നായിരുന്നു? ബദറായിരുന്നു. ബദറായപ്പോ മക്കാർക്കൊക്കെ എന്ത് മനസ്സിലായിന്? ബദറിൽ ഓലെ എല്ലാ പണിയും പാളിയിട്ടുണ്ട്. ഓലെ മെയിൻ നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടു. വളരെ ബലഹീനരായ 313 ചില്ലറ ആൾക്കാരെ കൊണ്ട് ഓരെന്തായി? ഓരെ നിലം പരിശാക്കപ്പെട്ടു. ഒരാകെ നാണം കെട്ടു. ചിലതൊക്കെ ഉണ്ട് നാണക്കേട് പറഞ്ഞ വലിയ പരാജയമാണ്. ആൾനാശത്തിനേക്കാളും വലിയ പരാജയം എന്താണ്? മാനം കെടുക എന്ന് പറഞ്ഞൊരു പരാജയം. അത് സത്യത്തിൽ ഒരന്ന് സംഭവിച്ചു. വളരെ കുറഞ്ഞ ആൾക്കാരെ കൊണ്ട് ആയിരക്കണക്കിന് 1000 ചില്ലാനം ആള് വന്നിട്ട് അവർ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ വലിയ നാശം. അതാണ് യൗമ നബ്തിസുൽ ബത്സത്തൽ കുബ്ര എന്ന് പറഞ്ഞത്. ഇന്നാ മുൻതഖിമൂൻ, നമ്മളന്ന് പ്രതികാര നടപടി എടുക്കണം. സത്യത്തിൽ അതുവരെ മക്കയിൽ 13 കൊല്ലം കഷ്ടപ്പെടുത്തിയതിനൊക്കെ എന്തായിട്ടുണ്ട്? ആ ഒറ്റ ദിവസം കൊണ്ട് എന്തായിട്ടുണ്ട്? പ്രതികാരവുമായിട്ടുണ്ട്. ഇതാണ് ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാനുള്ള കാരണം. എന്നാൽ ഖിയാമത്ത് നാളിന്റെ സമയത്ത് പുക വരൂലേ? വരും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. പുക വരും. പക്ഷെ പുക വന്നതിന് ശേഷം മാറ്റിത്തരാൻ പറയലും മാറ്റലും പിന്നെ പിടികൂടലൊന്നുമില്ല. ഉണ്ടോ? വന്നതോടുകൂടി പിന്നെ കഴിഞ്ഞു. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് പറയലോടുകൂടി എന്ത് കഴിഞ്ഞു? എല്ലാ വാതിൽ, തൗബന്റെ വാതിൽ വരെ അടച്ചു. പിന്നെ അതിന് വേറെ വകുപ്പില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അവർക്ക് ഭയങ്കര ദാരിദ്ര്യം വന്നു, വിശന്നിട്ട് കണ്ണാടാതാവുമ്പം ഒരു പുക മൂഢ്യമായിട്ടുണ്ടാവും എന്ന്. അതാണ് ഫർതഖിബ് യൗമ തഅതി സമാഉ ബിദുഖാനിൻ മുബീൻ എന്ന് പറഞ്ഞത്. പുക വലിയൊരു ശിക്ഷയാണ്. ശരിക്ക് പുക ഒരു വലിയ ശിക്ഷയാണ്. പുക എന്താവാനാണ്? ഒളില്ലിമ്മി യഹ്മൂം, പിന്നെന്താ? ലാ ബാരിദിൻ വല കരീം. ഒളില്ലിമ്മി യഹ്മൂം എന്ന് പറഞ്ഞാൽ എന്താ? ആ പുകയുടെ എന്ത്? ചൂടിന്റെ തണൽ, കരിമ്പുകയുടെ തണൽ. പുക വലിയ സംഭവമാണ്. പുക ഈ വാഴക്കലൊക്കെ പഴയ കാലത്ത് പച്ച വെട്ടിയാല് അത് കെട്ടിത്തൂക്കലുണ്ട്. എവിടെ? ഈ അടുപ്പിലെ വിറക് കത്തിക്കണതിന്റെ മോള് അല്ലേ കെട്ടിത്തൂക്കല്ലേ പഴയ കാലത്ത്? ആ, മോളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കും. അപ്പൊ അയിമ പോയിട്ട് എല്ലാ കണക്ഷനും വിട്ടിട്ടുണ്ട്. ഏതായിട്ട്?
വാഴയായിട്ടുള്ള എല്ലാം ബന്ധപ്പെടും. ഇനിയിപ്പോ കയറുമല് ഇരുമ്പുമിന്റെ ഉക്കുമല് ഇങ്ങനെ തൂങ്ങിക്കാണ്. അതിന് ഈ പുക ഇങ്ങനെ തട്ടിയിട്ട് എന്താവും, പഴുത്ത് അതിനോട് കൂടി മധുരം ഉണ്ടാവും. പുക ഭയങ്കര മധുരമാണ്. ആണോ പുക മധുരമൊന്നല്ല, പുക തട്ടിയിട്ട് അത് പഴുക്കും. പക്ഷെ മധുരം വേറെ സ്ഥലത്ത് നിന്ന് വരികയാണ്. ആ കറ കുത്തുന്ന പഴത്തിന് എന്ത് വരികയാണ്, നല്ല മധുരം വരികയാണ്. അടിയിന്ന് വലിച്ചെടുക്കാനൊന്നുമില്ല, കയറുമെന്ന് തണ്ടുമെന്ന് പോയിട്ടുണ്ട്. മധുരം എവിടുന്നാ വരുന്നത്, ആരാ ഇടുന്നത്? ആ കരിമ്പച്ച സാധനത്തിനെ പഴിപ്പിക്കാൻ വേണ്ടി പഴമക്കാർ ചിലർ ചന്ദന്തിരൊക്കെ കത്തിച്ചിട്ട് റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ട് ഒരു പുക സിസ്റ്റം ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? പുകക്കിടുകയെന്ന് പറഞ്ഞത് അവർക്ക് പുക അപ്പൊ ചെറിയ സാധനമല്ല. പഴയ ഗുണ്ടായിസം കളിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യലുണ്ട്, ഒരു പുകടലുണ്ട്, കെട്ടി തൂക്കിട്ട് ഒരു മുളകൊക്കെ ഇട്ടിട്ട് ഒരു പുകടലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പുക ചില്ലറല്ല, പുക സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ആര്? അല്ലാഹു തആല കരീം. ഒരു മാന്യത ഉണ്ടാവൂല, അതിന് തണുപ്പുണ്ടാവൂല. കരിമ്പുകയുടെ തണലിലായിരിക്കും ഉണ്ടാകുക നാളെ ഖിയാമത്ത് നാളിൽ അസ്ഹാബ് ഷിമാലിന്റെ ആൾക്കാർ. അപ്പൊ പുക ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പുകവലിയും വലിയ പ്രശ്നമാണ്. പുകവലി ഭയങ്കര പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നം വിചാരിക്കണ്ടാവും. പുകവലി ചിലർ ഞാൻ വെള്ളം അടിക്കില്ല, ചിലപ്പോ സ്മോക്ക് ചെയ്യും. നല്ലൊരു വാക്ക് എന്ത്, ഏതാ വാക്ക്, സ്മോക്ക്. പുക ഭയങ്കര സംഭവമാണ്. പുകവലി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞോ, നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇനി പുകവലി പറയണോ? പറഞ്ഞാൽ നന്നായിരിക്കൂലേ? ആൾക്കാർ വളരെ നിസ്സാരായിട്ട് കാണുന്ന ഒരു സാധനമാണ് തദ്ഖീൻ, പുകവലി, ദുഖാൻ. പക്ഷെ അത് ഭയങ്കര അപകടം. ഒരാൾ സ്ഥിരമായിട്ട് പുക വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ ഒരു കിളിവാതിൽ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് അറിയാം. പഴയ കാലത്തുള്ള എന്താണ് ഈ കിളിവാതിൽ എന്ന് പറഞ്ഞാൽ? എന്താ, ഒരു ചെറുതുണ്ട്, ഒരു ജനലിന്റെ ഒക്കെ ഒരു അളവിൽ ഉണ്ടാകുന്ന ഒരു വാതിലുണ്ട്. ഈ അടുക്കള ഭാഗത്ത് കഴിഞ്ഞാൽ പഴയ കാലത്തുണ്ടായാലും വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ, ഇന്നത്തെ മാതിരി സിങ്കും പരിപാടിയൊന്നും അന്നില്ലല്ലോ, കേൾക്കാന്നിട്ട് അതിലൂടെ ഒരൊറ്റ പാരലാണ്. ആ പാരാനുള്ള ഒരു ചെറിയ ഒരു കിളിവാതിൽ ഉണ്ടായില്ല. ഇതേപോലെ മനുഷ്യരിലേക്ക് പിശാചിന് കടക്കാനുള്ള കിളിവാതിലാണ് പുകവലി. വല്ലാഹി പടച്ചവനാണ് സത്യം, ഹക്കാണത്. അതുള്ളോടത്തോളം കാലം അയാളുടെ ഹാത്തിമ, അയാളുടെ പര്യവസാനം, അയാളുടെ അന്ത്യം മോശമാവുന്നതിൽ നിന്ന് അയാൾ രക്ഷപ്പെടില്ല. കാരണം എന്നും അയാളുടെ എൻട്രി ഉണ്ട് പിശാചിന്, എന്നും അയാൾക്ക് എൻട്രി. അതുകൊണ്ട് മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ചിലപ്പോ നന്നാവും, റീ എഡിഷൻ സെന്ററിലോ അല്ലെങ്കിൽ ജമാഅത്ത് പോയിട്ടോ എങ്ങനെയൊക്കെ നന്നായിട്ടുണ്ടാവും. ഓരോ കയ്യിലും ഇപ്പോഴും ഇതുണ്ടാവും. അപ്പൊ ആൾക്കാർ എന്താ വിചാരിക്കലാണോ, മുമ്പ് വലിയ ഓൾറെഡി ഇന്ന് ഉപ്പ അൽഹംദുലില്ലാ എന്തായിട്ടുണ്ട്, പുകവലിയാണല്ലോ. ഉറപ്പ് ഞങ്ങളോട് പറയാണ്, അയാൾ നിർഭയനല്ല, അയാൾ മഅ്മൂനല്ല, അയാൾ മുത്മയിന്നല്ല, അയാൾ വീണ്ടും ആ തിന്മകൾ കയറാനുള്ള. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ സമയം തങ്ങളുടെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ഇങ്ങനെ ചേർന്ന് മടിയിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ തങ്ങൾ ഇരിക്കുകയാണ്. അപ്പം അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ അളിയനാണ്, ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരനാണ്. അപ്പൊ അദ്ദേഹം ഈ അറബികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു മിസ്വാക്ക് ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ കടിച്ചിട്ടുണ്ടോ? ഒരു ശ്രദ്ധിച്ചിങ്ങനെ ഒരു അങ്ങനെ ഒരു പിടുത്തുണ്ട്, ചെറിയ നെയ്സ് മിസ്വാക്ക് ഉണ്ടാകുക, അങ്ങനെ വായിലിങ്ങനെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതേമാതിരി മിസ്വാക്ക് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ, നമുക്കാണ് മിസ്വാക്ക് അറപ്പുള്ള സാധനം, അറബികൾക്ക് എന്തില്ല. സഹാബാക്കളും സദാ മിസ്വാക്ക് ഉണ്ടായിരുന്നു അവരിൽ. അപ്പൊ മിസ്വാക്ക് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കറിന്റെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ മിസ്വാക്ക് കണ്ടപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കണ്ടു, സംസാരമില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതി നല്ലപോലെ അറിയുന്നതുകൊണ്ട് മിസ്വാക്കിലേക്കാണ് ആ നോട്ടെന്ന് മനസ്സിലായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അങ്ങക്ക് മിസ്വാക്ക് വേണോന്ന് ചോദിച്ചു. അവൻ തങ്ങൾ തലകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോ അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കറിനോട് റളിയല്ലാഹു അൻഹുവിനോട് ആ മിസ്വാക്ക് വാങ്ങി അതിന്റെ മറ്റേ തല കടിച്ചു ചവച്ചു. ആര്? ആയിഷ ബീവി കടിച്ച് അത് മൃദുവാക്കി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് വഫാത്തിന് ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റു ഭാര്യമാർക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അവസാന സമയത്ത് എന്റെ ഉമിനീരും തങ്ങളുടെ ഉമിനീരും തമ്മിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ മിസ്വാക്കായിരുന്നു.
മിസ്വാക്കിന്റെ ഫളായിൽ എഴുതിയിട്ടുണ്ട്, മിസ്വാക്ക് ചെയ്യുന്ന സ്ഥിരമായി പതിവാക്കുന്ന ആളുകൾക്ക് മരണസമയത്ത് കെലിമ പറയൽ എളുപ്പമായിരിക്കും. അഫീഫ് എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിന്റെ കറുപ്പില്ലേ, അത് ഉപയോഗിക്കുന്ന ആൾക്ക് മരണസമയത്ത് കെലിമ ചൊല്ലൽ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഖാത്തിമ, ഒരന്ത്യം ഭയപ്പെടേണ്ടതാണ്. നമ്മളതിനെ നോർമലായിട്ട് കാണും. പഴയ കാലത്തൊക്കെ ഉസ്താദ്മാര് വരെ ഈ പള്ളിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഏത് ഇങ്ങനെ ഈ കയറിയിരിക്കാൻ പറ്റില്ല ഒരു കല്ലുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ടിന്റെ ഒരു ആർച്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ, അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഉസ്താദ്മാര് സിഗരറ്റ് വലിക്കല്ലേ, ഉസ്താദ്മാര് വീഡിയോ വലിക്കല്ലേ. എന്നുവെച്ചാൽ അതൊക്കെ ഒരു സുന്നത്തായ അമലയിന്ന് റമളാനിൽ തിരക്കൂട്ട് വലിക്കുകയെന്നാണ്. ഓർമ്മ ഓർമ്മണ്ടല്ല തിരക്കൂട്ടില്ലേ, ഒരു വാസന വീടി എന്നൊക്കെ പറയും ചില ആൾക്കാർ. അത് അവിടുന്ന് ആൾക്കാർ തുടങ്ങല് ആര്, കുട്ടികളൊക്കെ വലിച്ചു തുടങ്ങൽ തന്നെ ഇമലാണ് തിരക്കൂട്ടുമെന്ന്. ഒരു നല്ല മണക്കം ഉണ്ടാവാൻ വേണ്ടിട്ട് അങ്ങനെ. അന്ന് ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ലാതായി. പക്ഷെ അത് ഭയങ്കര അപകടമാണ്. പുക വലിക്കുക എന്നുള്ളത് അപകടമാണ്. അതിൽ കുറെ അപകടങ്ങളുണ്ട്. ഒന്ന്, അതിന് ദുർഗന്ധാണ്. പുകവലിക്ക് ആണല്ലോ, സിഗരറ്റ്, ബീഡി ഒക്കെ ദുർഗന്ധാന്നുള്ളതിൽ ആർക്കും എന്തില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. ദുർഗന്ധം ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം എന്താണ്? സുഗന്ധാണ്. ദുർഗന്ധം ആർക്കും ഇഷ്ടമില്ല. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ ചിലവരൊക്കെ വരേണ്ട എടുത്തതിന് മുമ്പ് ഫുള്ള് 3 ഇതൊക്കെ അടുപ്പിച്ച് വലിക്കും. അവിടെ വലിച്ചിട്ട് ഈ നാളെ രാവിലെ പുറത്തിറങ്ങിയാലേ വലിച്ചാൽ പറ്റുള്ളൂ. പെണ്ണുങ്ങൾ ഫുള്ളെന്തേക്കും കച്ചറൊക്കെ ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും. അപ്പം വലിച്ച് ഫുള്ളാക്കി അതിനുള്ള മുട്ടായി ഒക്കെ വാങ്ങി തൊള്ളാൻ നാക്കാനുള്ള പ്രോജാപാക്കൊക്കെ ഉണ്ടാക്കി പോയാൽ അതൊക്കെ തിന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ബബിൾക്കോ എന്തെങ്കിലുമൊക്കെ തിന്ന് ഈ സംഗതി മണൊക്കെ മാറ്റിയിട്ടാ വരിക. പക്ഷെ ഓല് പൊട്ടന്മാരാണ്. എന്തായാലും അതിന്റെ മണം മുട്ടായ്മലും പിന്നെ ബബിൾക്കത്തുമലും എന്താവൂല, അത് നിൽക്കൂല. അപ്പം അതിന്റെ മണം ഭയങ്കര അത് ദുർഗന്ധാണ്. അപ്പം സിഗരറ്റ് വലിക്കുന്ന ആള്, ബീഡി വലിക്കുന്ന ആള് ഓരൊക്കെ പള്ളിക്ക് കയറി വന്നാല് പള്ളി എപ്പോഴും റഹ്മത്തിന്റെ മലക്കുകളുള്ള സ്ഥലമാണ്. നമ്മളുണ്ടായാലും ഇല്ലെങ്കിലും പൂട്ടിയാലും പൂട്ടിയില്ലെങ്കിലും ഓർക്ക് നമ്മളെ പൂട്ടും താക്കോലും എന്തല്ല വഴി. ഓർക്ക് വാതകല്ല. ഓരെപ്പോഴും ഇവിടെ ഉണ്ടാവും. ഓര് ദുആ ചെയ്യുന്നുണ്ടാവും. ആർക്ക് വേണ്ടിട്ട്? ഈ പള്ളിയിലുള്ള വരുന്ന ആളുകൾക്ക് വേണ്ടി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. മലക്കുകളുടെ സലാത്ത് അതാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. പടച്ചോനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, ഇയാളോട് കരുണ ചെയ്യണേ. ഇതാണ് അവരുടെ ദുആ. ഇത് നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ കാത്തു നിൽക്കുകയാണ്. നിസ്കാരത്തിനെ പ്രതീക്ഷിക്കുമ്പോൾ എല്ലാം അവർക്ക് വേണ്ടി മലക്കുകൾ എന്ത് ചെയ്യും? ദുആ ചെയ്തുകൊണ്ടിരിക്കും. പള്ളി വരുന്നവർക്കൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. എനി ടൈം മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. ഈ സംഗതിയിൽ ഈ പുകവലിച്ച ആള് അല്ലെങ്കിൽ ദുർഗന്ധമുള്ള ആള് പള്ളിക്ക് കയറിയാൽ മലക്കുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുമ്മ ലഅൻഹു, പടച്ചവനെ ഇവനെ എന്ത് ചെയ്യണേ, ശപിക്കണേ എന്ന് പറയും. അതുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പച്ച ഉള്ളി തിന്നവൻ നമ്മളെ പള്ളിക്ക് ഉള്ളി ഹറാമായിട്ടാ ആണോ? ഉള്ളി ഹറാമല്ല. വേവിച്ച ഉള്ളിക്ക് എന്തുണ്ടാവില്ല, മണം ഉണ്ടാവില്ല. അതുകൊണ്ട് പച്ച ഉള്ളി തിന്ന ആൾ നമ്മളെ പള്ളിക്ക് വരരുതേ എന്ന് പറഞ്ഞത് ഉള്ളി ഹറാമായതിന്റെ പേരിലല്ല. നബിതങ്ങൾ സാധനങ്ങൾ ഉള്ളി ഹറാമാക്കിയിട്ടില്ല. പക്ഷെ അതിന്റെ ദുർഗന്ധം, അതിന്റെ കാരണം നബിതങ്ങൾ സാധനങ്ങൾ പറഞ്ഞാണ്. പള്ളിയിൽ ദുർഗന്ധം ഉണ്ടാവും. അപ്പം മലക്കുകൾ എന്താവും? അപ്പം ഉള്ളിന്റെ ദുർഗന്ധത്തിനേക്കാളും വലിയ ദുർഗന്ധാണ് എന്ത്? പുകവലിന്റെ ദുർഗന്ധം. അപ്പം ഇവനിങ്ങോട്ട് കേറിയ മലക്കുകൾ പുറത്തിറങ്ങിയിട്ട് അല്ലാഹുമ്മ എന്ന് പറയും. ഈ ചങ്ങായി നശിക്കഞ്ഞ് വേറെ എവിടെയും പോണം നിങ്ങൾ പറയും. പിന്നെ റുക്കൂവിലൊക്കെ ചിലപ്പോ ഉണ്ടാവും സുബ്ഹാന എന്നൊക്കെ പറയുമ്പോ എന്താവും? അടുത്തോന്റെ ശാപം ഉണ്ടാവും. ആര്? എടുത്തും വലുത്തും നിൽക്കണോന്റെ ശാപം. പടച്ചോനെ, ഇവന് സുബ്ഹാന പറയുമ്പോഴും ഇവന് ഓരോന്ന് പറയുമ്പോഴും സുജൂദിലൊക്കെ കിടന്നിട്ട് സുബ്ഹാന റബ്ബിയല്ലാതെ പറയുമ്പോ അടുത്തവന് ആ ഏറെ ഇങ്ങനെ കേറുമ്പോ ഓന് സുജൂദ് കിടന്നിട്ട് ഇവന് ഇത് ചിലവർക്ക് തലവേദന എടുക്കും. എന്തുണ്ടായാലും ഇതിന്റെ മണം അടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ
സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, വീടി വലിക്കുന്ന ആൾക്കാർ മസ്ജിദിലേക്ക് വരരുത് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. പിന്നെ ഇവന്റെ അടുക്കൽ റഹ്മത്തിന്റെ മലക്ക് ഉണ്ടാവില്ല. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ ഇവന്റെ അടുത്തുണ്ടാണെങ്കിൽ ഇവന്റെ സുഗന്ധമല്ല വേണ്ടത്, ഇവന്റെ ദുർഗന്ധമല്ല ഉള്ളത്. അതിലവസ്ഥയും മരിക്കുകയാണെങ്കിൽ മലക്കുകൾ കണ്ടുവരില്ല. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ വേഗം മനസ്സിലാവും. സിഗരറ്റിന് ഇപ്പൊ എന്താ വില എനിക്കറിയില്ല. എന്താ വില നിങ്ങൾക്കും അറിയില്ല, ആരും വലിക്കാത്തവരായനോട്. സിഗരറ്റിന് എന്താ വില? ഒന്നിനോ? അതിന്റെ സിഗരറ്റ് ഒക്കെ ഉണ്ടല്ലോ, എന്താ അതിന്റെ പേരൊക്കെ ഞാൻ മറന്നു. ഗോൾഡ് ഇല്ലേ? 10 റുപ്യ 20 റുപ്യൊക്കെ ഇല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു, അതിലൊന്നിൽ 10 എണ്ണം ഉണ്ടായാലും അപ്പൊ എത്രയായി? 10 റുപ്യാണ് 100 റുപ്യായി. ഗോൾഡിന് 20 ആണെങ്കിൽ 200 റുപ്യായി. ഉള്ള തന്നെയാണോ എനിക്കറിയില്ല കേട്ടോ, കറക്റ്റാ? 200 റുപ്യ ഒരു ബാക്ക് വലിക്കണോ? അതിനൊരു തീപ്പെട്ടിയും കൂടി വേണം. പോട്ടെ, അത് നമ്മളൊക്കെ ഫ്രീ ആയിക്കോട്ടെ. 200 റുപ്യ കണക്കൂട്ടാൻ എളുപ്പത്തിന് ഞാൻ പറയാണ്. 200 റുപ്യക്ക് ഒരു ബാക്ക് വലിക്കുന്നത്. ഒരു ബാക്കൊന്നല്ല, ഇതിന്റെ ആസാമുകൾ വലിക്കുക. ടെൻഷൻ കൂടുന്നതിനനുസരിച്ച്, പ്രശ്നങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. ഒരു ബാക്ക് വലിക്കണതിനെ പറ്റി പറഞ്ഞു നോക്കാം നമ്മള്. ഒരു പാക്കിന് 200 റുപ്യ ആണെങ്കിൽ ഒരു മാസത്തിൽ എത്ര റുപ്യായി? എത്രയായി? 6000 റുപ്യായി. ഒരു വീട് വാടക എടുക്കുന്നതിന്റെ വാടക പൈസ 6000 റുപ്യായി ഒരു മാസത്തിന്. 10 മാസത്തിന് 60,000. പിന്നെ 2 മാസം കൂടി 72,000 റുപ്യായി ഒരു കൊല്ലത്തേക്ക്. എത്രയായി? ഒരു കൊല്ലത്തേക്ക് 72,000 റുപ്യായി. 10 കൊല്ലം വലിക്കുകയാണെങ്കിൽ 7 ലക്ഷത്തി ഹജ്ജിന് സുഖമായിട്ട് പോയി വരാം. ഹജ്ജിന് സുഖമായിട്ട് പോയി വരാം 10 കൊല്ലം വെച്ച കായില്ലെങ്കിൽ. അപ്പൊ സത്യത്തിൽ ഇവന്റെ കഷ്ടപ്പാട് കൊടുത്ത് നമ്മളോട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ വലിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാൻ. ഈ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സിഗരറ്റിന്റെ വില ഒന്നും അറിയാത്ത. ഒരാൾ വന്ന് യാചിച്ചു, എന്തെങ്കിലും തരുമോന്ന് ചോദിച്ചു. നമുക്ക് അയാളോടൊരു പാവം തോന്നിയിട്ട് നമ്മൾ അയാൾക്ക് ഒരു 10 റുപ്യ എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ ഒരു 20 റുപ്യ എടുത്തു കൊടുത്തു. അയാൾ അതിങ്ങനെ ചുരുട്ടി, എന്നിട്ട് ഒരു സിഗരറ്റിനോട് കത്തിച്ചിട്ട് ഞാനോട് വലിച്ചിട്ട് നമ്മളെ മുഖത്തേക്ക് അടുപ്പിയാൽ എങ്ങനെ ഉണ്ടാവും? ബാക്കി എന്തൊക്കെ നടക്കുക നിങ്ങളൊന്ന് പറഞ്ഞുതരുമോ? പറഞ്ഞേരി, എന്താ മനസ്സിലായില്ലേ? നമ്മൾ അടിക്കലും ചവിട്ടലും കുത്തലും ഒക്കെ ഒരുമിച്ചുണ്ടായിട്ടുണ്ടാവും. കാരണം നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മൾ കൊടുത്ത പൈസ ചുരുട്ടി കത്തിച്ച് വലിച്ചിട്ട് നമ്മളെ മുഖത്തേക്ക്. ഇതേപോലെ മനുഷ്യൻ അവന്റെ കഷ്ടപ്പാടിന്റെ പേരിൽ അള്ളാഹു താല ഓൻ എന്തോ കൊടുത്തതിന് ഓൻ ഇതൊക്കെ വാങ്ങി വലിച്ചിട്ട് ഇത് ഊതൽ കാലിന്റെ അടിക്കല്ലേ? ആണോ? എടുക്ക ഊതല് അർശിക്ക് ഊതി വിടാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് ഊതന. ഇത് അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്ത് നടപടി എടുക്കേണ്ടത് നിങ്ങൾ പറയും. ഒന്ന് സാമ്പത്തികമായി ദുർവ്യയം ചെയ്യാം, 2 ശാരീരികമായ തകർച്ച. ഇത് ഉള്ളിൽ കൂടെ കേറിയിട്ട് മൂക്കുകൂടെ വന്നാലേ അതിനെന്തുള്ളൂ? വൈ ആ വലിച്ചതിനെന്തുള്ളൂ? അങ്ങനെ വലിച്ചിട്ട് ഞാൻ ഇങ്ങനെ വലിക്കണൊക്കെ നോക്കിക്കോ. എന്തോ ഒരു രസത്തിലാണ് ഒരാൾ വലിക്കല്. വലിച്ചിട്ട് റാഹത്തൈല മൂക്കുകൂടെ എങ്ങനെ അടുപ്പുക. മൂക്കിലൂടെയും വായിലൂടെയും പുക വരുന്നത് ആരുടെ അടയാളാ നിങ്ങൾക്ക്? ആരുടെ അടയാള? നരകവാസികളുടെ അടയാള. നരകവാസികളുടെ അടയാള. ഭൂമിയിൽ തന്നെ നരകവാസിനെ പോലെ ജീവിക്കാൻ. ഞാൻ പറഞ്ഞു, പൈസന്റെ നഷ്ടം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കാൻ ബർക്കത്തില്ലാതാവും. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും, ഒരു സിഗരറ്റല്ലേ, ഒരു ഇതല്ലേ, വളരെ ഇതായിട്ട്. പഴയ കാലത്തൊക്കെ കല്യാണത്തിന് കൊടുക്കല്ലേ എന്ത് സിഗരറ്റ്. അവിടുന്ന് കുറെ ആൾക്കാർ വലിച്ചു പഠിക്കല്ലേ. ഈ കുട്ടികളൊക്കെ അവിടുന്ന് എടുത്തുകൊണ്ടിട്ട് ആ മറന്റെ അന്ന് പന്തലൊക്കെ കിട്ടല്ലോ, അവിടെ പോയിട്ട് വലിച്ച് കുരച്ച് ആകെ എരപ്പായിട്ട് നടക്കുന്നുണ്ടാവും. ഞാൻ വിചാരിച്ചു സിഗരറ്റ് വലിയൊക്കെ പോയി, ഇനിയിപ്പോ സിഗരറ്റ് വലിയൊന്നും ഇല്ലാന്ന്. ഞാൻ ഇപ്പൊ മിഞ്ഞാന്ന് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു വണ്ടി നിർത്തി ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്നപ്പം ആ കടയിലുണ്ട് ഇങ്ങനെ സിഗരറ്റിന്റെ പല വിവിധങ്ങളായ ഐറ്റംസുകൾ. എനിക്കതിന്റെ പേരൊന്നും അറിയില്ല. അങ്ങനെ ഗോൾഡ് അത് ഇതൊക്കെ അങ്ങനെ ഉണ്ട്. ആൾക്കാരിങ്ങനെ വാങ്ങേണ്ട ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 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 കൊടുത്തു കച്ചവടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതെന്തായിട്ടില്ല.
നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാരൊന്നും പൊതുവെ വലിക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് എന്തായിന്. പക്ഷെ സിഗരറ്റിന്റെ വലി ഭയങ്കര ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് പ്രയോജനം? എന്താ? പിന്നെ ബിസ്മി ചെല്ലാതെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ ആർക്കുള്ളതാണ് അതിന്റെ എനർജി? ആർക്കുള്ള? ശൈത്താനുള്ളതാണ്. സിഗരറ്റ് ഇങ്ങനെ കുത്തിയൊക്കെ റെഡിയാക്കിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണോ വലിക്കല്? അങ്ങനെ വലിക്കാൻ പറ്റൂലല്ലോ. വലിച്ചാൽ അത് അള്ളാഹിനെ പരിഹസിക്കുന്ന പോലെയല്ല ഉണ്ടാകുക. അപ്പൊ ബിസ്മി അല്ലാതെ വലിക്കുക. അതാർക്കാ എനർജി? നിങ്ങൾ പറയും. റൂഹിനൊരു എനർജി ഇല്ലല്ലോ അതിനോട്. അപ്പൊ ഈ ശൈത്താനെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഡെയിലി 200 കൊടുക്കണേ. ഓന്റെ ഒന്ന് ശൈത്താൻ വിട്ടുപോകും നിങ്ങൾ വിശ്വസിക്കണം. എന്തൊരു മണ്ടത്തരാ ഞാൻ ഈ പറഞ്ഞ മനസ്സിലായിണ്ടോ? അതുകൊണ്ട് ബിസ്മില്ലാനും പറ്റൂല. ദുർഗന്ധമാണ്, സമ്പത്തിനെ നശിപ്പിക്കലാണ്, പിന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കലാണ്. ശൈത്താനായിട്ട് ഭയങ്കര എനർജി ചെയ്യും. ഒരു പുക ഇങ്ങനെ വായ കൂടെ കയറി മൂക്കൂടെ ഇറങ്ങിയെന്നാല് എന്ത് കിട്ടാനാ? പള്ളറിയില്ല, ദാഹം തീരൂല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് വലിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഥിരമായിട്ട് വലിക്കുന്ന ആള് അയാൾക്ക് സിഗരറ്റ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് വലി കഴിഞ്ഞാൽ അയാൾ എന്താവും? ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് വേണം? ഒന്ന് വലിക്കേണ്ടി വരും. ഒന്ന് വലിച്ചാൽ അയാൾക്ക് എന്തോ കിട്ടിയ മാതിരിയാണല്ലോ. എന്താ കിട്ടുക? വായിലൂടെ പുക കയറി മൂക്കൂടെ അങ്ങനെ പോകുന്ന അയാൾക്ക് എന്ത് കിട്ടാൻ? പുകന്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ അയാൾക്ക് അറിയില്ല. ഒരു ടേസ്റ്റുള്ള സാധനമൊന്നും ആയിരിക്കൂല അത്. പിന്നെ ബാത്റൂം പോയാൽ വേണം. ഇതിന്റെ മെയിൻ കേന്ദ്രമാണ് എവിടെ? ബാത്റൂം. ചില ആൾക്കാർ നിർത്താൻ പറഞ്ഞ പറയും ബാത്റൂമിലൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇവ ചെറുപ്പത്തിലേ തന്നെ എന്ത് ചെയ്യലാണ്? വലിച്ചു ബാത്റൂം പോയെന്നല്ല, നമ്മളെ ശീലാക്കിയതാണ്. അതുകൊണ്ടാണ് അഞ്ഞു തിരിച്ച് ശീലാക്കിയാൽ കുറച്ച് സമയം ഇടങ്ങേറൊക്കെ ഉണ്ടാവുക. കഴിഞ്ഞാൽ വാശി പിടിച്ച് ഞാൻ വലിക്കൂല എന്ന് പറഞ്ഞാൽ നടക്കും. പിന്നെ ഇത് നിർത്താനുള്ള വഴി എന്താണ്? 10 വലിക്കുന്ന ആൾ 9 പിന്നെ 8 പിന്നെ 7 അങ്ങനെയാണോ? അല്ല, അതൊക്കെ വെറുതെ തോന്നാണ്, നടക്കൂല. പിന്നെ ഒരു ടെൻഷനായിട്ട് വന്നാ ഒറ്റയടിക്ക് എന്താവും? 10 കട വരും. അത് നിർത്താനുള്ള ഏക മാർഗം എന്താണ് പറഞ്ഞാൽ എന്താ? നമ്മളൊരു തീരുമാനം എടുക്കുക, എന്നിട്ടത് ഈ പാക്കറ്റും കൂടി വലിച്ചു തീർന്നിട്ട് ഇനി ഞാൻ വലിക്കൂല എന്ന് പറഞ്ഞവൻ ഒറ്റൊന്നും നിർത്തൂല. ഇപ്പൊ അത് നിർത്തുകയാണ് കാരണം അവിടെ കൂട്ടി ചവിട്ടി പൊളിച്ചിട്ട് വലിച്ചട്ട് എറിഞ്ഞാൽ എന്താവും? അപ്പം നിന്ന് വരാൻ സാധിക്കും. പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചൊക്കെ ചെയ്താൽ ദുആ ചെയ്താലാണ് നിന്ന് തരും. നിർത്തൽ ഭയങ്കര ആവശ്യമാണ്. ചില ആൾക്കാർ ഒരു സിഗരറ്റ് അല്ലേ, വലിയ സാരമൊന്നുമില്ല, സമരമൊക്കെ വലിക്കലിനെ അറിയില്ല. സമരം വലിക്കലിനെ അറിഞ്ഞിട്ടൊന്നും എന്താവൂല, അലാലാവൂല. അതുകൊണ്ട് സിഗരറ്റ് വലിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അതൊക്കെ അവർ നല്ലപോലെ ശ്രദ്ധിക്കുക. മരണം മോശമായി പോവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ദുർഗന്ധം വമിക്കുന്ന ആളുകൾക്ക് ആര് വരൂല, നൽകേട് വരില്ല. സൽമാൻ ഫാരിസി വഫാത്തിന്റെ സമയം പറഞ്ഞത്, എനിക്ക് ഇന്ന യുദ്ധത്തിൽ കിട്ടിയ ആ കസ്തൂരി ഉണ്ട്, അതെടുത്തിട്ട് എന്താക്കണം? കലക്കി ഇവിടൊക്കെ തളിർക്കണം. കാരണം കുറച്ച് അതിഥികൾ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം ആവശ്യമില്ല, അവർ സുഗന്ധം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും വലിക്കരുത്. ആരെങ്കിലൊക്കെ വലിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ സ്നേഹത്തിൽ പറഞ്ഞുകൊടുത്ത് അതിന്റെ പിന്നാലെ കൂടി അത് ഒഴിവാക്കാൻ ശ്രമിക്കാം. നിർത്താനുള്ള ഒരു മാർഗം അത് പൊടിച്ചു കളയാന്ന, സ്വന്തം പൊടിക്കുക. നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടൊന്നും കാര്യമില്ല, സ്വന്തം പൊടിച്ചു കളയാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവരോട് വലിക്കരുത് എന്ന് അയാൾ പറഞ്ഞു തുടങ്ങാം. മോശമായി, ഞാൻ നിർത്തിന്, ഇനി വലിക്കാൻ പാടില്ല എന്ന് അയാളുടെ സർക്കിളിലൊക്കെ അയാൾ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വലിക്കാൻ കഴിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അയാൾ ശീലമായാൽ പിന്നെ അവിടെ പോകും. പിന്നെ അതിന് പുക മണം കേൾക്കണതന്നെ ദേഷ്യം പിടിക്കുന്ന അവസ്ഥയ്ക്ക് എത്തും. നിർത്താൻ കഴിയില്ല എന്ന് വെറുതെ പറയാണ്. എത്രയോ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വലിക്കുന്ന ആൾക്കാർ, 5ഉം 6ഉം പാക്കൊക്കെ വലിക്കുന്ന ആൾക്കാർ അത് നിർത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം. അവിടെ നിർത്തണം. നിർത്തൂല ഇൻഷാ അല്ലാഹ്. നരകവാസികളുടെ ലക്ഷണമാണ് എന്ത്? നല്ലതും കൂടി മൂക്കുകൂടിയൊക്കെ പുക വരികയാണ്. അല്ലാഹ് നമ്മളെല്ലാവരും കാണാം. യഖ്ശന്നാസ, ആ പുക ജനങ്ങളെ മൂടും. ഹാദാ അദാബുൻ അലീം, ഇതൊരു വേദനാജനകമായ ശിക്ഷയാണ്. റബ്ബന ക്ഷിഫ് അന്നൽ അദാബ്, ഞങ്ങളെ തൊട്ട് ഈ ശിക്ഷ എന്ത് ചെയ്യണം?
നീ മാറ്റിത്തരണേ. ഇന്നാ മുഅ്മിനൂൻ, അങ്ങനെ മാറ്റിയാൽ ഞങ്ങൾ എന്താവും? ഞങ്ങൾ മുഅ്മിനീങ്ങളാവുന്നു. അന്നാലഹും ദിക്റ, അവർക്ക് ഉപദേശം എന്തുണ്ടാവാനാണ്? വഖദ് ജാഅഹും റസൂലുൻ മുബീൻ, അവരടുക്കൽ വ്യക്തമായ ഒരു റസൂൽ, ഒരു ദൂതൻ വന്നിട്ടും അവരെന്ത് ചെയ്തിട്ടില്ല. വതവല്ലു അൻഹു, സുമ്മ തവല്ലു അൻഹു, പിന്നെ ആ പ്രവാചകനെ തൊട്ട് അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. വഖാലു, എന്നിട്ട് അവർ നബീനെ എന്ത് പറയാൻ തുടങ്ങി? മുഅല്ലമുൻ മജ്നൂൻ, അഭ്യസിപ്പിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ഭ്രാന്തനാണ്. ഇന്നാ കാശിഫുൽ ആദാബി ഖലീല, ആ ശിക്ഷയെ നമ്മൾ അല്പസമയത്തേക്ക് മാറ്റിവെച്ചപ്പോഴും ഇന്നക്കും ആയിദൂൻ, അവരെന്തായി? നിങ്ങൾ അതിലേക്ക് തന്നെ മടങ്ങിപ്പോവാണ്. യൗമ നബ്തിഷുൽ ബത്ഷത്തൽ കുബ്ര, നമ്മുടെ ആ വലിയ പിടുത്തം പിടിക്കുന്ന ദിവസം. ഇന്ന മുൻതഖിബൂൻ, അന്ന് നമ്മൾ പ്രതികാര നടപടിയെടുക്കുന്ന ദിവസമാണ്. വലഖദ് ഫതന്ന ഖബ്ലഹും ഖൗമ ഫിർഔൻ, വലഖദ് ഫതന്ന, നാം എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഖബ്ലഹും, അവർക്ക് മുമ്പ്, ഖൗമ ഫിർഔൻ, ഫിർഔന്റെ ജനതയെ. വജാഅഹും, അവരടുക്കൽ വന്നു, റസൂലുൻ കരീം, മാന്യനായ ഒരു ദൂതൻ. ആരാണ്? മൂസാ അലൈഹിസ്സലാം. എന്നിട്ട് മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാഹ്, അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാഹ്. മൂസാ അലൈഹിസ്സലാം ഫിറഔന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അദ്ദു ഇലയ്യ ഇബാദല്ലാഹ്, അള്ളാന്റെ ദാസന്മാരെ, അടിമകളെ എനിക്കെന്ത് ചെയ്തരി? വിട്ടുതരീൻ, എന്നെ ഏൽപ്പിക്കീൻ എന്ന് പറഞ്ഞു. ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാണ് എന്ന് പറഞ്ഞു. വഅല്ലാ തഅലു അലല്ലാഹ്, അല്ലാഹുവിനെതിരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഗർവ് കാണിക്കരുത്, നിങ്ങൾ പൊങ്ങച്ചം കാണിക്കരുത് അല്ലാഹുവിനെതിരിൽ. ഇന്നി ആതീകും ബിസുൽത്താനിൻ മുബീൻ, നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു തെളിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. വഇന്നി ഉസ്തു ബിറബ്ബി വറബ്ബിക്കും, വഇന്നി ഉസ്തു, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കാവലിനെ ചോദിക്കുന്നുണ്ട്. റബ്ബി, എന്റെ റബ്ബിനോട്. ഉസ്തു പറഞ്ഞാൽ അഊദുല്ലേ, അതന്നെ. ഞാൻ കാവലിന് ചോദിക്കുന്നു റബ്ബി, എന്റെ രക്ഷിതാവിനോട്. വറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ എന്ത് ചെയ്യാണ്? കാവലിനെ ചോദിക്കുകയാണ്. പിന്നെ അൻതർജുമൂൻ, നിങ്ങൾ എന്നെ എറിഞ്ഞാട്ടുന്നതിൽ നിന്ന്. തർജുമൂൻ എന്നുള്ളതിന് എറിയുക, കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണേ റജും എന്നാണ് പറയല്. റജും എന്നാണ് പറയല്. പിന്നെ എറിഞ്ഞാട്ടുന്നതിന് പറയും. ഭയങ്കര ചീത്ത പറഞ്ഞതിനും എന്ത് പറയും? തർജുമൂൻ എന്ന് പറയും. എന്തായാലും ഇവര് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാനുള്ള ശ്രമമൊക്കെ ഫിറൗനും ഫിറൗന്റെ ടീമും ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെയും എന്റെയും റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അന്തർജുമൂൻ, നിങ്ങൾ എന്നെ എറിഞ്ഞാട്ടുന്നതിൽ നിന്ന്. വഇല്ലം തുഅ്മിനൂ ബി, നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ, വഇല്ലം തുഅ്മിനൂ ലി, നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഫഅ്തസിലൂൻ, എന്നെ നിങ്ങൾ എന്ത് ചെയ്തേക്കിൻ? എന്നെ ഒന്ന് വിട്ടകന്ന് നിൽക്കും. എന്നിൽ നിങ്ങൾ വിശ്വസിക്കില്ലേ, കുഴപ്പമില്ല. എന്റെ മേൽ നിങ്ങൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് എന്നെ നിങ്ങൾ വിട്ടകന്ന് നിൽക്കും. ഫഅ്തസിലൂൻ. ഫദഅ റബ്ബഹു, മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ റബ്ബിനോട് എന്ത് ചെയ്തു? ദുആ ചെയ്തു. അന്ന ഹഉലാഇ ഖൗമുൻ മുജ്രിമൂൻ, നിശ്ചയമായും ഈ കൂട്ടർ അക്രമകാരികളായ തെമ്മാടികളായ ജനതയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ, ഫഅസ്രി ബിഇബാദി, അല്ലാഹു തആല അപ്പം ദുആ ചെയ്തതിന് ഉത്തരമെന്ന നിലയിൽ മറുപടി നൽകി. ഫഅസ്രി ബിഇബാദി, രാത്രിയിൽ എന്റെ ദാസന്മാരെയും കൊണ്ട് എന്ത് ചെയ്യും? ഫഅസ്രി ബിഇബാദി ലൈലൻ, രാത്രിക്ക് എന്ത് ചെയ്യണം? രാസഞ്ചാരം നടത്തുക എന്റെ ദാസന്മാരെയും കൊണ്ട്. ഇന്നക്കും മുത്തബഊൻ, പിന്തുടരപ്പെടുന്നവരാണവർ. പിന്നെ നിങ്ങൾ പിന്തുടരപ്പെടുന്നവരാണ്. വതുരിക്കിൽ ബഹ്റ റഹ്വ, സമുദ്രത്തിനെ അതിന്റെ അതേ പടിയിൽ തന്നെ വിട്ടേക്കിൻ. ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ,
നിശ്ചയമായും അവർ മുങ്ങി നശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷമാസ്വദിപ്പിക്കാനായി അല്ലാഹു തആല ഓരോ നബിമാരുടെയും സംഭവം കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കും. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കടലുള്ള ആള് നമ്മളെടുത്ത് വന്ന് സങ്കടമൊക്കെ പറഞ്ഞാൽ അത് സാരിലിടാ, അതിനേക്കാളും വലിയ കട ഉണ്ടായി മറ്റേ അയാൾ എന്നിട്ട് ഇതാകെ വീടിപ്പായാലും താഴത്തിലായില്ലേ, അതൊക്കെ സ്വാഭാവികം ഉണ്ടായിരുന്നു. ഒരാൾക്ക് രോഗം ഉണ്ടായി, നമ്മൾ പറയും ഇയാൾക്ക് അന്ന് ഇതേമാതിരി ക്യാൻസർ ഉണ്ടായി, ഇപ്പൊ എത്ര കൊല്ലായി, 30 കൊല്ലായി, ഇപ്പൊ അയാൾ താഴത്തായിട്ടില്ലേ, അത് മാറൂലെന്നൊന്നും വിചാരിക്കണ്ട, അതൊക്കെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നാൽ മാറും എന്ന് പറഞ്ഞ് നമ്മൾ മുൻഗാമികളുടെ കഥകൾ എന്ത് ചെയ്ത് കൊടുക്കും, സമാധാനിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ്. വലഖദ് ഫതന്ന ഖബ്ലഹും ഖൗമ ഫിർഔൻ, ഫിറൗന്റെ ജനതയെ നമ്മൾ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. വജാഅഹും റസൂലുൻ കരീം, മാന്യനായ ഒരു റസൂലാണ് വന്നത്, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോഴും എന്തായി, മൂസാ അലൈഹി സ്വലാം ദാവത്ത് ചെയ്യുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു. ആരും ഫിറൗനും ഫിറൗന്റെ ആൾക്കാരും ആകെ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ അതേമാതിരി ശിക്ഷകളും വന്നു. ആർക്ക്? ഫിറൗനും ഫിറൗന്റെ ജനതക്കും വ്യക്തമായി വന്നു അല്ലേ, പല ശിക്ഷകൾ. തൂഫാൻ, വലഖദ് അർസൽനാ തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിയ വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്ത് എന്ന് പറഞ്ഞു. തൂഫാൻ ഉണ്ടായി, വെട്ടുകളുണ്ടായി, ജറാദ്, വൽ ഖുമ്മല പേനുണ്ടായി, വൽ ലഫാദിയ തവളകൾ ഉണ്ടായി, പിന്നെ ദമ് രക്തമുണ്ടായി, വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്ത് വ്യക്തമായ വിശാലമായ നിലയിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഈ ചങ്ങായി എന്തായില്ല, ഓരോ പ്രശ്നം വരുമ്പോൾ ദ്വാരക്കാൻ പറയും, ദ്വാരം കൊടുക്കും, മാറും, പിന്നിപ്പം മമ്പത്തരം കാട്ടും, അപ്പൊ അടുത്ത് വരും. 1-2 വന്നാൽ മനസ്സിലാണ്ടേ, ഒന്നുമില്ല, ഇതൊക്കെ വന്ന്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇവര് നമ്മളോട് ദുആ ചെയ്തിട്ടും അല്ലാഹു തആല എന്താക്കാത്തത്. ഇവർ നമ്മളെ വിടണേ എന്ന് പറഞ്ഞാൽ വിടാത്തതിന്റെ കാരണം, നമ്മൾ കുറച്ച് സമയത്തേക്ക് പിന്തിപ്പിച്ചു തരുമോ എന്ന് വെച്ചാൽ പിന്തിപ്പിക്കാത്തതിന്റെ കാരണം ഇവർ പിന്നെ എന്താവും. വലഖദ് ഫതന്ന ഖബ്ലഹും ഖൗമ ഫിർഔൻ വജാഅഹും റസൂലുൻ കരീം, മാന്യനായ റസൂൽ വന്നു. ആരാണത്? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അന്നദ്ദു ഇലയ്യ ഇബാദല്ലാഹ്, ബനി ഇസ്രായേലിനെ അടിമകളാക്കി വെക്കുകയായിരുന്നു ആര്? ഫിറൗൻ, ഫിറൗന്റെ കിപ്തികളും. അവരെ വീട് പണി എടുപ്പിക്കലും അവരെല്ലാം കഷ്ടപ്പാടുകള് മുഴുവൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആര്? ബനി ഇസ്രായേൽ. നബിമാരുടെ മക്കളാണവർ, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ തലമുറയാണ്. അവരെ കൊണ്ട് എല്ലാം പണിയെടുപ്പിച്ച അടിമകളെ പോലെ കൊണ്ടെടുക്കുന്നു. അതിന്ന് വരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്, അവരോട് പോയിട്ട് പറയും അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാഹ്, അവർ അള്ളാന്റെ അടിമകളാണ്, നിങ്ങളെ അടിമകളൊന്നുമല്ല, ഇവരെ എനിക്ക് നിങ്ങൾ വിട്ടേരി, എന്നെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പം അവർ വിട്ടുകൊടുത്തോ? വിട്ടുകൊടുത്തില്ല, അവരങ്ങനെ പിടിച്ചു വെച്ചു. അപ്പം അല്ലാഹു തആല പറഞ്ഞത് ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാനൊരു വിശ്വസ്തനായ നിങ്ങൾക്കുള്ള റസൂലാണ്. വഅല്ലാ തഅലു അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ പൊങ്ങച്ചവും പിന്നെ വലിയ ഡമ്പൊന്നും ചെയ്യണ്ട, അള്ളാഹ്ക്കെതിരിൽ കാട്ടണ്ട എന്ന് പറഞ്ഞു മൂസാ നബി. ഇന്നി ആതീകും ബിസുൽത്താനിൻ മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ തെളിവിനെ നിങ്ങൾക്ക് കൊണ്ടുവരും. പക്ഷെ അതൊന്നും ഫിറൗൻ എന്തായില്ല, ഫിറൗന് അതൊന്നും ഇതായില്ല. ഇത് പറഞ്ഞോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ് പിന്നെ. അപ്പോഴാണ് ഈ മൂസാ അലൈഹി സ്വലാം പറഞ്ഞു ഇന്നി ഉസ്തു ബി റബ്ബി വ റബ്ബിക്കും, എന്റെ രക്ഷിതാവിനോടും നിങ്ങളെ രക്ഷിതാവിനോടും ഞാൻ എന്ത് ചെയ്യാണ്, കാവലിനെ ചോദിക്കാണ്. അൻതർജുമൂൻ, നിങ്ങൾ എന്നെ എറിഞ്ഞാട്ടുന്നതിൽ നിന്ന്. വഇല്ലം തുഅ്മിനൂലി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഫഅ്തദിലൂനി, ഫഅ്തദിലൂൻ, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് ചെയ്യിൻ, എന്നിൽ നിങ്ങൾ വിട്ടകന്ന് നിൽക്കിൻ. ഇഅ്തിസാൽ ഫഅ്തദിലൂനി എന്നാണത്. പക്ഷെ പിന്നെ ആ പ്രയോഗത്തിൽ നൂൻ പോയതാണ്. ഫഅ്തദിലൂൻ എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ എന്ത് ചെയ്യിൻ, വിട്ടകന്ന് നിൽക്കിൻ. മുഅ്തസില എന്ന് കേട്ടില്ല നിങ്ങൾ, ഫഅ്തദിലൂൻ, നിങ്ങൾ നമ്മളൊന്ന് വിട്ടു നിൽക്കും. ഫദഅ റബ്ബഹു, ഗതി കേടുമ്പോഴാണ് ആരെന്ത് ചെയ്യുക,
പ്രവാചകന്മാർ ദുആ ചെയ്യാം. ഫദഅ റബ്ബഹു, അദ്ദേഹത്തിന്റെ റബ്ബിനോട്, മൂസാ നബിന്റെ റബ്ബിനോട് മൂസാ നബി എന്ത് ചെയ്തു? ദുആ ചെയ്തു. ഇന്ന ഹൗലായി ഖൗമുൻ മുജ്രിമൂൻ, നിശ്ചയം ഈ ജനത എന്താണ്? കുറ്റവാളികളാണ്. ഈ ജനത കുറ്റവാളികളാണ്. കാരണം നബിനെയാണ് ഇവർ എറിഞ്ഞാട്ടുന്നത്, നബിനെയാണ് ഇവർ ഈ ഇടങ്ങാറാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് വന്ന മുഴുവൻ നബിമാരെയും അവർക്കെതിരെയുള്ള ജനത, എല്ലാ നബിമാർക്കും എതിരാളികളായി ആരുണ്ട്? ഒരു ശക്തമായ പടണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? മൂസാ നബിക്ക് ആരുണ്ട്? ഫിറൗനുണ്ട്, ഖാറൂനുണ്ട്, ഹാമാൻ ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നമ്രൂദ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ തുടങ്ങി എല്ലാ നബിമാർക്കും ഇപ്പുറത്ത് നല്ല ശക്തനായ എതിരാളി ഉണ്ടായിരുന്നു. നബിതങ്ങൾ ജാതകങ്ങൾക്ക് അബൂജഹൽ ഉണ്ടായിരുന്നു, ഉത്ബ ഉണ്ടായിരുന്നു, ഷൈബ ഉണ്ടായിരുന്നു. ഇതേപോലത്തെ കുറെ എണ്ണം ഉണ്ടായിരുന്നു. ശക്തമായ പ്രതിപക്ഷുണ്ട്. ശക്തല്ല, ഭരണവശം ഒരു നബിമാരും വളരെ ന്യൂനപക്ഷമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബുദ്ധിമുട്ടാക്കുക. ഈ നബിമാരുടെ പ്രത്യേകത പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും വിശ്വസ്തന്മാരായിട്ടാണ് അയച്ചത്. നബിമാർക്ക് എന്തായാലും ഫത്താനത്ത്, ബുദ്ധികൂർമ്മത ഉണ്ടാവണം. ആർക്ക്? നബിമാർക്ക്. നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും നബിമാര്. നബിമാരൊക്കെ സൃഷ്ടിപ്പിലും നല്ല സൗന്ദര്യവും നല്ല ഭംഗിയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ എല്ലാ നബിമാരെയും എറിഞ്ഞാട്ടിയും പ്രയാസപ്പെടുത്തിയും തുപ്പുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആരെ? നബിമാരെ. എന്തിന്റെ പേരിലാണ്? നബിമാർ ഒരാരെയും ബുദ്ധിമുട്ടാക്കിയിട്ടില്ല, ഒരാളെയും ബുദ്ധിമുട്ടാക്കി. നബിമാരാകെ എന്താ ചെയ്യാ? അനി അബ്ദുല്ലാഹ, അള്ളാഹ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹ് നിങ്ങൾ സൂക്ഷിക്കും, വഅബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനിട്ട് കേൾക്കുമ്പത്തിന് കലിത്തുള്ളും. ആർക്ക്? അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഭ്രാന്തളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ അത് ഒരു വേറെ വകുപ്പാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാല്, ഈ ഒരു നമ്രൂദോ ഒരു ഫിറോനൊക്കെ നമ്മൾക്കെതിരിൽ വന്നാൽ ഈ ഇരിക്കണ ഒറ്റൊന്നും എന്തുണ്ടാവില്ല, എന്തായിട്ടുണ്ടാവില്ല, ഒറ്റൊന്നും മുസ്ലിമായിട്ടുണ്ടാവില്ല. കാരണം എന്നാല് ഞമ്മക്ക് താങ്ങാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു തആല എന്താ പറഞ്ഞ, ദഅവത്തിനും ഹക്കിനും എപ്പോഴും ഒരു ശത്രുവാണ്. അപ്പൊ നമ്മള് ബലഹീനമായ ഈമാനുള്ളതുകൊണ്ട് തന്നെ ഈമാനുള്ളോയിൽ നിന്ന് ഒരു സൈസ് ആൾക്കാരെ നമുക്ക് എന്താക്കി തന്നാണ്? ശത്രുക്കളാക്കി തന്നാണ്. ഇല്ലെങ്കിൽ ഇതൊന്നും എടുക്കാണ്ടാവില്ല, പാഞ്ഞു തട്ടിയെടുക്കും. മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാ നബിമാരെയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കാണ് ഹക്കായ ദഅവത്ത് ചെയ്തിട്ട് ആരൊത്തും പറഞ്ഞില്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കണോ ഇത് ഹക്കാണോ എന്നുള്ളത്. കാരണം ഹക്ക് പറഞ്ഞാൽ അപ്പൊ വെളിച്ചം പിടിക്കും. ഹക്കല്ലാത്ത എന്ത് പറഞ്ഞാലും എന്തുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ സാറായിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. ഹക്ക് പറഞ്ഞ എല്ലാവർക്കും പ്രശ്നം. അവൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഹക്കിന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഹക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് എറിഞ്ഞാട്ടാൻ തുടങ്ങി, ആകെ പ്രയാസപ്പെട്ടു. അവസാനം മൂസാ അലൈഹി സ്വലാം ദുആ ചെയ്തു. അപ്പൊ അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. എന്നിട്ട് അവരോട് എന്ത് പറഞ്ഞു? ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. രാത്രിക്ക് രാത്രി അവരും കൂട്ടി പോകാൻ പറഞ്ഞു. ആരോട്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം രാത്രിയിൽ എല്ലാരെയും കൂട്ടി എന്ത് ചെയ്തു? അവിടെ പോയി. ഇപ്പൊ എല്ലാവരും രാത്രിക്ക് ഇപ്പൊ എല്ലാവരും പിന്നെ ഉറങ്ങല്ലേ. മൂസാ നബി എല്ലാരെയും കൂട്ടിപ്പോയി. അങ്ങനെ മൂസാ നബിന്റെ കൂട്ടത്തിൽ എല്ലാ ബനി ഇസ്രായേലും ഇങ്ങനെ പോണ രംഗം ആലോചിച്ചൊക്കെയാണ്. അങ്ങനെ പോവാൻ, അങ്ങനെ പോയി 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 രാവിലെ ആവുമ്പോൾ എത്തിയത് എവിടെയെന്ന് പറഞ്ഞാൽ എവിടെയാണ്? കടലിന്റെ വക്കത്തെത്തി. പിന്നെ അവിടുന്ന് അവിടെ പോകാനുള്ള വകുപ്പില്ല. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇതിന് ബലി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരൊറ്റ വെള്ളം കൊണ്ടേക്കാൻ ഓൽക്ക് വല്ലേച്ചാൽ കേൾക്കാനുള്ള വെള്ളം വേറെ പോലെ ആവശ്യങ്ങൾക്കൊന്നും ആരുമില്ല. ഖാദിമീങ്ങളൊക്കെ എന്തായിന്
ഒക്കെ തടിയെടുത്തിന്. അപ്പൊ അവർ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരൊറ്റൊന്നുമില്ല. ഫുള്ള് ഇന്ത്യക്കാർക്ക് അങ്ങനെ നാടിടല്. ഒരു ഹോട്ടലിലെ മുഴുവൻ പണിക്കാർ ഒരൊറ്റപ്പെടല്. ഹോട്ടലിനടുത്ത ആളുകൾക്ക് അറിയാൻ മതിയാവും. രാവിലെ നോക്കുമ്പോൾ ഒരൊറ്റുണ്ടാവും. പൊറോട്ടക്കാരുണ്ടാവില്ല, ചാരാരുണ്ടാവില്ല, മറ്റുണ്ടാവില്ല, അൽഫാമാരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒക്കെ 15 തടി എടുത്തിട്ടുണ്ടാവും. അതേമാതിരി നോക്കുമ്പോൾ ഒരൊറ്റ ആളില്ല. ഇളിച്ചം പിടിച്ചിട്ട് ഫിറോൻ അപ്പം തന്നെ എല്ലാരും കൂട്ടി പോകാന്ന്. പിന്നെ ഇത് വ്യക്തമായിട്ട് കണ്ടെത്തല്ലോ. അങ്ങനെ ചോട്ടടികളും കുറെ ആൾക്കാർ പോവല്ലേ. പോയ അടയാളങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് ഫുൾ സെറ്റപ്പോട് കൂടി ഇങ്ങനെ വരുമ്പം എല്ലാവരും പാടെ കടലിന്റെ അടുത്ത് ഇങ്ങനെ അടങ്ങനെ നിൽക്കാണ്. അവൻ ബൽക്കും സന്തോഷമായി. ആർക്ക്? ഫിറോൻ സന്തോഷമായി. അവിടത്തെ പോയി. മനസ്സിലായില്ലേ? പഴയ കാലം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഈ വിഷം ഉള്ള നായ ഉണ്ടാവുമല്ലോ, പശുവിനെ കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വേപ്പായ ഉണ്ടാവുമല്ലോ, അത് പശുവിനെ കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ഉണ്ടെങ്കിൽ അതിനെല്ലാരും കൂടെ ആട്ടി തെളിച്ചിട്ട് മാട്ടുമ്മൽ കിടക്കും പുഴയ്ക്ക്. എന്നാ പിന്നെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഒരു ഭാഗം എന്താണ്, വെള്ളമാണ്. അവിടെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൂട്ടിയടിപ്പിച്ച് ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്ന് വടിയിട്ട് ഇങ്ങനെ അടുത്താൽ അവസാനം വെള്ളത്തിൽ കടിച്ചാടും. വെള്ളത്തിൽ ആടെ പിന്നെ അവിടെ അടിച്ച് ശരിയാക്കൽ എന്താണ്, ഇതേമാതിരിയാണ്. വെള്ളു കൊണ്ടുവന്ന് തെളിച്ചിവിടെ കടലിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയമായി. ഫിറോന് ഭയങ്കര സന്തോഷമായി. മൂസാ നബിന്റെ ജനതക്ക് ആകെ ടെൻഷനായി. ഓര് ചോദിക്കാൻ തുടങ്ങി, എന്താണ് കുടുങ്ങില്ലേ? ഇന്നാല മുതറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കല്ല, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയുന്നു. ഇന്ന മായ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ഓ എനിക്ക് പിറകെ വഴി കാണിച്ചു തരും, നിങ്ങൾ സമാധാനായി വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത്ര ധൈര്യത്തിൽ പറയാൻ കാരണം എന്താണ്? എന്താ കാരണം? മൂസ നബി സ്വന്തം ഇഷ്ടത്തിന് പോകുന്നതല്ല. ആര് പറഞ്ഞിട്ട് പോകുന്നതാണ്? അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കണ ഏത് മനുഷ്യനെയും അള്ള എന്താക്കും? പറയുവഴി, സഹായത്തിന്റെ വഴി അള്ള തുറന്നു തരും. ഇത് നമ്മക്കുള്ള പാടാണ്. ഇതെന്തിനപ്പോ നമ്മളിങ്ങനെ പഠിക്കണം? അന്ന് വിറോനിങ്ങനെ ഇല്ല, നമ്മക്ക് ഇതെന്നുള്ള പാഠമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് അള്ളാഹുവിനുള്ള വിശ്വാസത്തോടു കൂടി നമ്മളതത് പൂർത്തിയാക്കുകയാണെങ്കിൽ, നമ്മളെ ബാഹ്യമായ ബുദ്ധിക്ക് അത് എതിരാണെങ്കിലും ശരി, അള്ള നമ്മളെന്താക്കും വഴി സഹായിക്കും. അതിനിങ്ങനെ ലോൺ എടുത്താലേ നടക്കുള്ളൂ, ലോൺ ഇല്ല ഞാൻ നടക്കൂല, നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നഷ്ടം തോന്നും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹ് നിരോധിച്ചൊരു കാര്യമാണ്. ഞാൻ ചെയ്യാതിരുന്നാൽ, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാതിരുന്നാൽ എന്നെ ആര് സഹായിക്കും? എന്നെന്റെ അള്ളാഹ് സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും എന്ന ഉറപ്പുണ്ട്. ഹുക്കും കെ സാത്ത് അല്ലാഹ്, അള്ളാന്റെ കൽപ്പനന്റെ കൂട്ടത്തിൽ ആരുണ്ട്? അള്ളാഹ് ഉണ്ടാവും. അതുകൊണ്ട് മൂസാ നബി ധൈര്യത്തിൽ പറഞ്ഞു, കല്ല ഇന്നമായ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, വഴി തുറന്നു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഫളിബ് ബിഅസാകൽ ബഹർ, സമുദ്രത്തിൽ അടിക്കും മൂസ. സത്യത്തിൽ വടി മൂസാ നബിയുടെ കയ്യിലുണ്ട്. ആ വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ വേഗം ചിന്തിക്കല് തിരിഞ്ഞടിക്കുക എന്നുള്ളതാണ്. എവിടേക്ക്? ഫിറൗന്റെ നേർക്ക് തിരിഞ്ഞടിച്ചാൽ കുതിരത്തിന്റെ വടി പോയിട്ട് എല്ലാവരും കണ്ണിലും മൂക്കിലൊക്കെ കൊണ്ടൊക്കെ പാഞ്ഞ് തടിയെടുക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അടിക്കാൻ പറഞ്ഞത് എവിടെയാണ്? നമ്മളൊക്കെയാണ് പറയും, ഈ വെള്ളത്തിൽ അടിച്ചിട്ട് എത്ര കാര്യം പഠിച്ചോനെന്ന് ചോദിക്കും. അതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ റിസർച്ചിൽ മുന്നിലാണ്. എല്ലാത്തിനും റിസർച്ച് ചെയ്ത് നമ്മളെ ബുദ്ധിക്കും കൂടി യോജിച്ചാലേ കൽപ്പന എടുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് പലിശ ഞാൻ നടക്കും, അങ്ങനെ നമ്മൾ ഫുള്ള് റിസർച്ച് ചെയ്ത് നോക്കിയാൽ നടക്കൂലെന്ന് തീരുമാനമാവും. അപ്പൊ നമ്മൾ പറയാം നടക്കൂല അളിയാ, അതുകൊണ്ട് പലിശ എന്തായാലും കുറച്ചൊക്കെ ഇടപാട്, ലോണ്, ഓടി പരിപാടിയൊക്കെ ഉണ്ടാകേണ്ടി വരും. അത് ആ ഭയം മറ്റേ ചങ്ങായിമാർ പലതും പറയും. ഈ കാലഘട്ടത്തിലൊന്നും എന്താവൂല, ഒന്നുമില്ലാതെ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുന്നെങ്കിൽ അതെന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ കാലത്തിൽ അള്ളാഹുവിന്റെ ദീൻ എന്തല്ല, പ്രാക്ടിക്കൽ അല്ല, സൂട്ടല്ല എന്നർത്ഥം. അതിന് വേറെ പണിയും കിട്ടും. എവിടുന്ന്? എനിക്ക് പറ്റൂല എടുക്കേണ്ടത്, നടക്കൂല എന്നൊന്നും പറയാൻ. ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഓനെ അല്ലാഹ് അൽഹംദുലില്ലാ അയാൾ നടത്തുന്നുണ്ടെന്നല്ലൊക്കെ പറഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടി. ഇത് നമ്മക്കല്ല, ആരൊരാൾ പറയണ എന്ത് ബാങ്ക് ഇത് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ലോണ് വേണ്ട, നമുക്ക് എടുക്കാൻ പറ്റൂല പറഞ്ഞാ ഓനൊക്കെ ഇപ്പൊ എന്നാ ഓനെക്കാളും വലിയ ഉസ്താദുമാർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലോൺ എടുക്കണ്ട. ഓനൊക്കെ ഇപ്പൊ എന്നാ അതിന്റെ ആളായത്, എന്നാ അതിന്റെ ആളായത് എന്നൊക്കെ ചോദിച്ചാൽ ആകെ കച്ചറയ്ക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ?
ആൾക്കാർ വേഗം ചൂടാവും, ആൾക്കാർ വേഗം ദേഷ്യം പിടിക്കും. എനിക്ക് വേണ്ടാന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ വിടൂല. ആര്? ആൾക്കാരെല്ലാവരും. ഒരാൾ പറയണ എനിക്ക് ചിക്കൻ പറ്റൂല പറഞ്ഞാൽ ചിക്കൻ പറ്റൂലല്ലോ, എന്നാ നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്നാ ചോദിക്കല്. ആണോ അല്ലേ? ആണോ അല്ലോ വൈ? നിങ്ങൾക്ക് മീമാണോ പച്ചക്കറിയാണോ എന്താ വേണ്ടിയാണ്? ഇറച്ചി പറ്റൂല. ഓക്കെ ഇറച്ചി പറ്റൂലെങ്കിൽ അല്ല, എന്താ ഇപ്പൊ ഇറച്ചി തിന്നാൽ ഈ കണ്ട മനുഷ്യന്മാരൊക്കെ തിന്നില്ലേ, എന്താ എനിക്ക് തിന്നാലെന്ന് ചോദിച്ചാൽ ആരും ചൂടാറുന്നില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ വൈ? ഒരിക്കലും ചൂടായില്ലല്ലോ. മാഷാഅല്ലാഹ് നിങ്ങൾക്ക് ഇറച്ചിട്ടില്ലല്ലേ, നിങ്ങൾക്ക് എന്താണ് ഓംലേറ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ, എന്താ നിങ്ങൾക്ക് വേണം? എനിക്കൊന്നും വേണമെങ്കിൽ തൈര് മതി, ഞാൻ അതുകൊണ്ട് ചോറുന്നോളാന്ന് പറഞ്ഞാൽ അല്ലാഹ് നിങ്ങൾ അങ്ങനെ തിന്നില്ലേ, നിങ്ങൾ ബുദ്ധിമുട്ടായില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അയാളോട് സാധാ നമ്മൾ ഒരാളോട് പറയണേ അത് എടുക്കാൻ പറ്റില്ല വൈ, ഇത് എടുക്കാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ആൾക്കാർ ചൂടാകുകയാണ്. എന്ത് എനിക്ക് മാത്രം എന്താ പതി, ഈ കണ്ട മനുഷ്യന്മാരൊക്കെ ഇത് തിന്നില്ലേ, ഇറച്ചി തിന്നാത്തെന്ന് ചോദിക്കുന്ന മാതിരി തന്നെയാണ് ഈ ചോദ്യം. മാഷാഅല്ലാഹ് നിങ്ങൾ പലിശാറമായതുകൊണ്ടായിരിക്കില്ല ചെയ്യാത്ത. ഇൻഷാഅല്ലാഹ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നും അത്ര എത്താൻ കഴിഞ്ഞില്ലല്ലോ, നമ്മൾ അവിടെയാണ് എത്തേണ്ടത് എന്നൊക്കെ പറയണ്ടേ. ഇത് അതല്ല പറയില്ല, ഇത് ഫുള്ള് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഏതോ പിന്തിരിപ്പൻ 6-ാം നൂറ്റാണ്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അതൊക്കെ കേൾക്കണം, എന്നാലേ ഇതെന്താവുള്ളൂ. നിങ്ങൾ എന്താ പറയത്തെ വൈ? അല്ലാണ്ട് നമ്മളെ മുഖത്തൊന്നും തുപ്പാനൊന്നും പോൽക്ക് എന്ത് ചെയ്യൂല, പറ്റൂല. കാരണം മൂത്തുപ്പിയ നമ്മള് നബിമാര് നിന്നമായി നിൽക്കൂല എന്നുള്ള ഓൽക്കും അറിയാം. മനസ്സിലായില്ലേ? നബിമാര് നിന്നമാതിരി നമ്മൾ നിൽക്കൂല എന്നുള്ളത് ഓൽക്കാരനോട് ഓല് തുപ്പാനും നിൽക്കൂല. ഓൽക്ക് പറ്റുന്ന പോലത്തുള്ള ഓല ഇതാണത്. പക്ഷെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റിസർച്ച് ഒഴിവാക്കി. എന്താ കടലിലടിച്ചാല് ഒന്നും ചെയ്യില്ല. കടലിലടിക്കണ്ടേ അതാ പിടിച്ചോ അടി. അതട് പിളർന്നു. വലിയ മലന്തിന്നകൾ പോലെ വലിയ. ഇപ്പൊ ഈ ഇവിടൊക്കെ മണ്ണൊക്കെ മാന്തിയിട്ടുള്ള റോഡ് ഉണ്ട് ഇല്ലെങ്കിൽ നമ്മളെ ഹൈവേയിൽ വലിയ തിണ്ണകളായിട്ട് അടി കൂടെ പോകുമ്പോൾ നമ്മൾ അത്ര ആഴ്ച കണ്ട പേടിയാവും. അങ്ങനെ മാന്തി എടുത്തിട്ട് ഇതേപോലെ കടലിങ്ങനെ തഫ്സീറുകൾ വരുന്നുണ്ട്. 12 കൂട്ടരായിരുന്നു ആര്? ബനി ഇസ്രായേൽ. 12 ടീമർ ഫിർഖ്. അങ്ങനെ 12 വഴികളുണ്ടായി. ഇനി വഴി നമ്മളെ വഴി ഓന്റെ വഴി എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഓരോരുത്തർ ഓരോ വഴി കൂടെ തന്നെ പോയിക്കോട്ടെ. ബനി ഇസ്രായേലാണ് ടീം എന്ന് ആർക്കറിയാം. അതുകൊണ്ട് പോലും ഞാൻ അതിന് പ്രശ്നം ഉണ്ടാക്കണ്ട പോലെ 12 വഴികളിലൂടെ കടത്തി വിട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെന്തായി, പിന്നെ അക്കരെത്തിയാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഓൽ തിരിഞ്ഞു നോക്കും. സ്വാഭാവികമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഉണ്ടാവും മറ്റേ ടീം ഉസാറായിട്ട് വരുന്നത്. മിസ്റിന്റെ അധികാരം എനിക്കുള്ളതല്ലയോ? ആരോഗ്യാണ്? ഫിറോൻ ചോദിക്കാണ്. വഹാദിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ നദികളൊക്കെ നമ്മളെ താഴ്ഭാഗത്തോട്ട് ഒഴുകാണ്, നമ്മളെ പുഴയാണിത്. എന്നിട്ട് ഓല് വലിയ ആൾക്കാരറിയാന്ന് പറഞ്ഞിട്ട് ഓല് ഫുള്ള് അതിലൂടെ വരികയാണ്. അത് വരുന്ന കണ്ടപ്പോ ബനി ഇസ്രായേലർ പറഞ്ഞു ഇതാ ഒന്നായിട്ട് ഓലും വരുന്നുണ്ട്. പിന്നെ ഇപ്പത്തെ ഈ വഴി ഉണ്ടായിട്ട് രക്ഷപ്പെട്ടിട്ട് ഇനിയും ഓടണ്ടേ? അതുകൊണ്ട് ഇതെങ്ങാനും കൂടി കിട്ടിയാൽ ഓലിങ്ങോട്ട് വരൂല, നമ്മൾ ഇപ്പുറത്തു പോയി ഓല അപ്പുറത്തും ആവും എന്ന് പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെറുതായിട്ട് അതിനുള്ളൊരു ശ്രമം നടത്തുന്നതിനെ പറ്റി ആലോചിക്കുമ്പോഴേക്കും അള്ളാഹു പറഞ്ഞു വതുരിക്കിൽ ബഹറ റഹ്വ. വതുരിക്കിൽ ബഹറ റഹ്വ. സമുദ്രത്തിന് അതേപോലെ തന്നെ എന്ത് ചെയ്തേക്കിൻ? വിട്ടേക്കിൻ. എന്നിട്ട് വതുരിക്കിൽ ബഹറ റഹ്വ ഇന്നഹും ജുന്ദുൻ മുഗ്റഖൂൻ. അല്ലേ? ഇന്നഹും ജുന്ദുൻ മുഗ്റഖൂൻ. അവര് മുക്കിക്കൊല്ലപ്പെട്ട സമൂഹമാണ്, ജനതയാണ്. അപ്പൊ അതേപോലെ വിട്ടിട്ട് പോകാൻ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം. അതും അനുസരിച്ച് പോയി. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാൽ മതി. ആര്? അള്ളാഹുവിന്റെ അടിമകൾ. ബാക്കി കാര്യം ആരായിക്കോളൂ. എന്താ നിങ്ങൾ പറയട്ടെ? ബാക്കി കാര്യം അള്ളാഹിക്കോളൂ. നമ്മളെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കൂല. ആദ്യം പറയുന്നത് കൽപ്പന അനുസരിക്കൂല. എന്നിട്ട് അള്ളാഹിന്റെ സഹായം പ്രതീക്ഷിക്കാൻ. ചിലപ്പോ കണ്ടാവും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായ മുസ്ലിമുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ധർണൊക്കെ ഉണ്ടാവും. ഒരു അസറിനൊക്കെ ശേഷം ഫുള്ള് റോഡൊക്കെ നിറച്ച് ഫുള്ള് സിന്ദാബാദൊക്കെ വിളിച്ച് ഒക്കെ പറഞ്ഞ് അല്ലാഹു അക്ബറൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടാവും. എന്നിട്ടോ മഗ്‌രിബ് നിസ്കാരം പറയും ആടിമഴയൊക്കെ നിസ്കരിച്ചാൽ കഴിയാതെ നിസ്കരിച്ചവർ കുറച്ചുണ്ടാവും, കുറെ ആൾക്ക് നിസ്കരിച്ചാലുണ്ടാവില്ല.
അങ്ങനൊക്കെ ഉണ്ടാവും. എവിടെ അള്ളാന്റെ സഹായം ഉണ്ടായ? കൽപ്പന പൂർത്തിയാക്കുന്നിടത്താണ് ആരെ സഹായം ഉള്ളത്? അള്ളാന്റെ സഹായം ഉള്ളത്. അടിക്കാൻ പറഞ്ഞിടത്ത് അടിക്കുക. എന്താവുന്നൊന്നും മൂസാ നബി ചിന്തിക്കില്ല. ഈ കടലടിച്ചിട്ട് എന്താ കാര്യമൊന്നുമില്ല. അള്ള പറഞ്ഞതാണ് അടിക്കുക, ബസ് ഇത്രേ ഉള്ളൂ എന്റെ പണി, ബാക്കി പണിയൊക്കെ ആരുതാണ്. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കണേന്ന് മുസ്ലിമിയക്ക് ഒരു തടസ്സമില്ല. അള്ളാന്റെ സഹായം കിട്ടാനുള്ള പരിപാടിയിൽ എന്തുണ്ടാവില്ല. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടുമാണ് എന്ത് ചെയ്യേണ്ടത്? സഹായം തേടേണ്ടത്. പക്ഷെ സഹായം കിട്ടേണ്ട ആവശ്യത്തിനൊക്കെ ധർണ നടത്തിയ വർഷങ്ങൾ ഉണ്ടാക്കിയ ചെയ്താൽ അപ്പോഴുള്ള നിസ്കാരം കൂടിയും സാധാരണമായി നിസ്കരിക്കണമെന്ന് കൂടി ഉണ്ടാവില്ല. നബിതങ്ങൾ സാധനങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ എത്ര ആളെ ഇശാസ്കാരം പോകുന്നുണ്ട്. അടിച്ച് പ്രഭാഷണം തകർത്താടുക. ഒരു പള്ളിയിൽ ഞാൻ പോയപ്പോണ്ട് ഈ വരാന്തയില് ഇന്ന് അങ്ങോട്ട് സ്റ്റേജ് ഇട്ടീന്. എങ്ങോട്ട്? ആ ഓഡിറ്റോറിയത്തിന്റെ ആ ഇതിന്റെ സ്മാരകത്തിന്റെ നേരെ അങ്ങനെ ഉള്ളത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പള്ളിന്റെ മുന്നിൽ. സ്റ്റേജില്ലത് പള്ളിന്റെ ഈ വരാന്തയിൽ. എന്നിട്ട് വാമ്പൻ സ്പീക്കർ വെച്ചിട്ട് സംസാരിക്കുക. ഇവിടെ ഒരു മോദിനും ഞാനും വേറെ രണ്ടാളും കൂടി എന്ത് ചെയ്യാ? ഇശാ നിസ്കരിച്ച ജമാഅത്തായി നിസ്കാരം ഞങ്ങളിവിടെ പള്ളിന്റെ ഔദ്യോഗിക ജമാഅത്ത് നടക്കുക. ആ ഒച്ചോണ്ട് ഇമാമ് റുക്കൂ പോണൊന്നും സുജൂദ് ഉണരുന്നൊന്നും കാണില്ല. റുക്കൂല് ശബ്ദം കേട്ടല്ല നമ്മൾ പോണത്. ഇയാൾ പോണത് കണ്ടിട്ടാണ്. സുജൂദ് എഴുന്നേക്കണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം. പിന്നെ ഈ പാട്ടൊക്കെ അടിച്ച് ചവിട്ടിക്ക് ഐറ്റംസ് പാട്ട്, അത് എനിക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടായി. അപ്പൊ അതിൽ എനിക്കറിഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ പിറ്റേന്ന് എന്തായാലും അതിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാന്ന് ചോദിച്ചാൽ അതിന്റെ ബാക്ക് കൂടി നോക്കിയപ്പോൾ കൂട്ടായിട്ടുള്ള ജമാഅത്ത് നിസ്കാരം ആ പള്ളി പിന്നെ നടന്നിട്ടില്ല. കാരണം എല്ലാവരും സ്ത്രീകളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് സ്ത്രീകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ പിരിഞ്ഞു പോയി. ആരോടുള്ള ഇഷ്ടത്തിലാ? പതി ആരോടുള്ള ഇഷ്ടത്തിലാ? നിമിതങ്ങൾ ജാതങ്ങളുള്ള ഇഷ്ടത്തിലാണ്. ഇന്നലെ ഞായറാഴ്ച മിഞ്ഞാന്ന് ഇതേമാതിരി റോഡിലൂടെ ഒരു പ്രകടനം ഉണ്ടായി. ഒരു ജന്മദിനാഘോഷം അല്ലെ? ജന്മദിനാഘോഷം അല്ലേ? ഒരു ജന്മദിനാഘോഷം ഉണ്ടായി. ആരത്? കൃഷ്ണന്റെ. ഇന്നലെ ഞായറാഴ്ച ഉണ്ടായി. ഞാൻ മഞ്ചേരിയിൽ നിന്ന് തിരൂർക്ക് പോയി. എത്രണ്ണത്തിന് അഭിവാദ്യം ചെയ്തിട്ടാ പോയത്. ഫുള്ള് ബ്ലോക്ക് ആകുക. എല്ലായിടത്തും ഒരു 3 ആള് 5 ആള് 8 ആള് 10 ആളൊക്കെ കൂടിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഈറ്റങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഈറ്റങ്ങൾക്ക് പ്രത്യേകിച്ച് അതവും മര്യാദയൊന്നും ചെയ്തില്ല, പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ച ആൾക്കാരുടെ എന്തെങ്കിലും കഥ അന്ന് എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അവിടെ നിസ്കാരം അമലുകളെ ഒഴിവാക്കുക. ആർക്കും ഒരു ബേജാറില്ല. നിസ്കാരമില്ലാതെ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. നിസ്കാരത്തിലൂടെ കൽപ്പനകളെ പൂർത്തിയാക്കുന്നതിലൂടെയാണ് ആരെ സഹായം ഉള്ളത്? നമ്മളെ ബുദ്ധിക്ക് ചിന്തിക്കണതല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെന്താണ്? അള്ളാന്റെ കൽപ്പന എന്താണോ അതനുസരിക്കുക. മാക്സിമം അനുസരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അള്ളാന്റെ സഹായം നമ്മളെ നേർക്ക് വരും. ഹറാമാണെന്ന് തോന്നിയാൽ ഒഴിവാക്കുക. കച്ചവടം എത്ര ലാഭം ഉണ്ടെങ്കിലും വേണ്ട, എനിക്കത് വേണ്ട. സിഗരറ്റിന്റെ കച്ചവടം ഉണ്ട്, എനിക്കത് വേണ്ട. സിഗരറ്റിന്റെ ഒരു വലിയ കച്ചവടം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കൂട്ടുകാരനെ ഓനോട് പറഞ്ഞു. മോൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഓനോട് പറഞ്ഞല്ല ഒലമാക്കൾ അതിന് ഫത്ത് വന്നതിന് ചെയ്യാന്നൊക്കെ പറഞ്ഞതിന് പറഞ്ഞു. പിന്നെ തെസ്കിൽ വീണ്ടും തെസ്കിൽ ചെയ്തപ്പോ എന്നോട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒലമാക്കളിൽ പോയതെങ്കിൽ പറഞ്ഞോ, എനിക്ക് വെറുതെ എന്റെ സമ്പത്ത് കേട്ടിരുത്തണ്ട ചെയ്യേണ്ടതാണ്. അപ്പൊ ഓന അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ആലിമിന്റെ നമ്പർ കിടക്കുണ്ടോ, ഞാൻ പറഞ്ഞോട് അയാൾക്ക് 10 പറഞ്ഞു. മനസ്സിലായിണ്ടോ? എന്നോട് വേണ്ടെന്ന് പറഞ്ഞ ആലിമാരാ അയാളെ നമ്പർ എടുക്കണ്ട, ഞാൻ അയാൾക്ക് അതിന് 10 പറഞ്ഞു കൊടുക്കാം. അവിടെ ഇന്ന ആലിം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ പൈസ ഇട്ടും വേണ്ട. ഇത്ര ആൾക്കാരങ്ങനെ ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് സൂപ്പർ മാർക്കറ്റിൽ, സൗദി അറേബ്യ സൂപ്പർ മാർക്കറ്റാണ്. സിഗരറ്റിന് വേറെ ഒരു കൗണ്ടറും പൈസ ഇടലൊക്കെ വേറെയാണ്. അവൻ പറഞ്ഞു ഇന്ത്യയിലേക്ക് ഒരു ഹലാല് വരാൻ പാടില്ല, എനിക്ക് അതിന്റെ ലാഭവും വേണ്ട, എനിക്ക് അതിന്റെ ഒന്നും വേണ്ട, ഒക്കെ നിങ്ങൾ എടുത്തോളി, ഇന്ത്യയിൽ കിട്ടരുത്, ബകാലാണ് അതിലെന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. അവൻ പറഞ്ഞു എനിക്ക് വേണ്ട. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഷാ അല്ലാഹ്.
അതിന്റെ ലാഭം ബാക്കിയുള്ള മുസ്ലിമീങ്ങളായ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. ഓന എടുക്കില്ല, നിങ്ങൾക്കത് വേണ്ടാണോ, അത് നിങ്ങൾ വേറെ നിങ്ങളെ പൈസനോട് വാങ്ങാം, നിങ്ങളെ പൈസനോട് കച്ചവടം ചെയ്യാൻ, അതിന്റെ ലാഭമൊക്കെ നിങ്ങൾ എടുത്തോളൂ, എനിക്കത് വേണ്ടത്. ഓ ഒഴിവാക്കണം എന്നാ പറഞ്ഞത്. ഒഴിവാക്കാൻ പറ്റില്ല, സിഗരറ്റ് ഒഴിവാക്കിയ കച്ചവടം മൊത്തം പോകുന്ന പറഞ്ഞത്. അങ്ങനെയാണ് ഉമ്മത്തിന്റെ വിശ്വാസം. എന്ത് സിഗരറ്റ് ഇല്ലാതായാൽ പിന്നെ ഇവിടെ കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല. സിഗരറ്റ് വാങ്ങാനാണോ ഇതിൽ വരുന്നത്, അതിന്റെ കൂട്ടത്തിൽ ഒരു എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവാണ് എന്ന് പറയാണ്. ഇല്ല, എന്റെ കാര്യം എന്റെ അള്ളാഹു നടത്തും, അത് വെക്കണ്ട. ഈ മക്കൾ പട്ടിണി എടുക്കുകയാണെങ്കിൽ പട്ടിണി എടുന്ന് വിചാരിച്ച് ഇസ്ലാമിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? പോയി ഒരു ഭാര്യ അയാൾക്ക് ഹലാൽ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ അയാളെ ഭാര്യ പട്ടിണിയായി, അയാളെ മക്കൾ പട്ടിണിയായ അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പേടിയും പേടിക്കണ്ട. നമുക്ക് മുന്നിൽ ആരുണ്ടാവും അറിയോ? ആരുണ്ടാവും? നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവും, അലി റളിയല്ലാഹു അൻഹു ഉണ്ടാവും. ഓളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താക്കണ്ട, ബേജാറാണ്. കാരണം ഓരൊക്കെ മാസങ്ങളോളം ഓരോ വീട്ടിൽ എന്ത് ചെയ്തിട്ടില്ല, അടുപ്പിൽ തീ കത്തിയിട്ടില്ല എന്ന് ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയണം. അതുകൊണ്ട് ഭാര്യ മക്കള് നമുക്ക് ഹലാലില്ലാത്തതിന്റെ പേരിൽ പട്ടിണി നടന്നു വിചാരിച്ചാൽ അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കബീബിന്റെ ഒരിക്കലും ഇല്ല. നമ്മൾ ഹലാലിന് വേണ്ടി പണിയെടുക്കണം. ഹലാൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചിരുന്നാ നമുക്കിന്ന് പട്ടിണി എടുക്കാം. മിലാത്തോ റാദീന മിലാത്തോ റോസ, കിട്ടിയാൽ തൃപ്തിപ്പെടുക, ഇല്ലെങ്കിൽ നോമ്പ് വിൽക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? വൈ നോമ്പ് വിൽക്കാം. ലളിതങ്ങ ശാസനം എത്ര ദിവസം വീട്ടിലൊന്നുണ്ടോ ഒന്നുമില്ലായിരുന്നു, ആയിക്കോട്ടെ കുഴപ്പമില്ല, എന്നാ നോമ്പാണ് നോമ്പ്. അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പ് നിയത്തിച്ചാ മതി. എപ്പം നിയത്തിച്ചാ മതി? സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പ്, സവാലിന് മുമ്പ് നിയത്തിച്ചാ മതി, നോമ്പാവും. അതെന്തിനാ പറഞ്ഞത്? കാരണം ഇതിനാണ് ഇത് വിരലൊന്നും തിന്നാനില്ലെങ്കിൽ പിന്നെ അപ്പൊ നിയത്തിച്ചാ മതി. അതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പട്ടിണി നടന്നിട്ടുണ്ട്. നബിതങ്ങളുടെ ശാസനങ്ങൾ കരളിന്റെ കഷ്ണായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പട്ടിണി നടന്നിട്ടുണ്ട്. പിന്നത്തപ്പോ ഞമ്മക്ക് പട്ടിണി എടുക്കണേ? നമുക്ക് പേടി അതാണല്ലോ. അങ്ങനൊന്നും നോക്കിയാൽ പിന്നെ എന്തുണ്ടാവില്ല, ജീവിക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു നമ്മളോട് ജീവിക്കാൻ വന്നതാണ്. എന്നാ ഇതൊന്നും നോക്കിയില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അവിടെ ജീവിക്കാൻ കഴിയില്ല, അവിടെ മറ്റേ അബുള കൂട്ടത്ത് പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിങ്ങനത്തെ തീരുമാനമൊക്കെ എടുക്കണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ മറ്റേ സാധനം ഹലാലിന് വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയില്ല അത്ര ഉറച്ചു നിൽപ്പ് വേണ്ടി വരും. ചിലപ്പോൾ ഭാര്യ മക്കളൊക്കെ നമുക്ക് എന്താവും, കാരണം ഓരോ സുഖങ്ങൾ നടന്നില്ല ഓലൊക്കെ സ്വാഭാവികമായിട്ട് എന്താവും, എതിരാവും, ഉറപ്പും. പക്ഷെ വിചാരിച്ചിട്ട് നമുക്ക് ഓല തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹിനെ അള്ളാന്റെ റസൂൽ ശാസനങ്ങളെയും ദീനിനെയും പൊളിക്കാൻ പറ്റുമോ? ഇതാണ് ഇന്നത്തെ കാലത്തുള്ള പരീക്ഷണം. എക്കാലത്തെയും പരീക്ഷണം ഇതന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന എന്താ നോക്കുക, അത് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി പ്രയാസങ്ങൾ ഉണ്ടാവുമോ? അതുകൊണ്ടാണ് മുഅല്ലമുൻ മജ്നൂൻ എന്നൊക്കെ പറഞ്ഞത്. ഭ്രാന്താന്നൊക്കെ നമ്മൾ വിളിക്കും. എനിക്കിപ്പോ കുറച്ച് സുഖമില്ലാതെ അതിന് ആ കുബാവള്ളി പോയാലുള്ള തുടങ്ങിയതിന് ശേഷം കുറച്ച് പ്രശ്നമായിന്. ആദ്യമൊക്കെ നല്ല മനുഷ്യനെ എന്നൊക്കെ പറയും. ആ ഖുർആൻ ക്ലാസ്സിന് പോലെ തുടങ്ങിയതിന് ശേഷം അയാൾ കീടുന്നതിനൊക്കെ പറഞ്ഞ ആളുണ്ടാവും. അതൊക്കെ വരട്ടാൻ കിട്ടി. അതൊക്കെ പൊൻതൂവലായിട്ട് നേടിയെടുക്കുക, അതൊക്കെ നല്ലതാണ്. നമ്മളാരും ഉപദ്രവിച്ചിട്ടില്ല, നമ്മളാരും മോഷ്ടിച്ചിട്ടുമില്ല, നമ്മളാരും ഉപദ്രവിച്ചിട്ടുമില്ല. നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാണ്. അതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രയാസമുള്ള ഉണ്ടാക്കുന്ന കാര്യം. ഒരു കാര്യം പറഞ്ഞാൽ അത് പറ്റൂല, എനിക്കത് ഇഷ്ടമില്ല, നിങ്ങൾ ചെയ്തോളി. എനിക്കിറച്ചി പറ്റൂല എന്ന് പറഞ്ഞ മതി, എനിക്കില്ലെങ്കിൽ ഇത് പറ്റൂല എന്ന് പറഞ്ഞ പോലെ എനിക്കത് വേണ്ട, ബസ് ഇത്രയേ ഉള്ളൂ. കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് പോയി ഈ കാര്യങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ സഹായം അള്ളാന്റെ കൽപ്പനയുടെ കൂടെ എപ്പോഴും നമ്മൾ ഓർത്തിക്കുക. ഹുക്കും കെസാത്ത് അള്ളാഹെ, അള്ളാന്റെ കൽപ്പനയുടെ കൂട്ടത്തിൽ ആരുണ്ട്? അള്ളാഹ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പക്ഷെ സമുദ്രത്തിന്റെ വക്കിലെത്തുന്നത് വരെ ഫിറോനും അതിന്റെ അനുയായികളും ബാക്കിൽ എത്തുന്നത് വരെ എന്ത് വന്നിട്ടില്ല? കൽപ്പന വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? വേ അടിച്ച് വേ കടന്നോളി, പൊയ്ക്കോളി എന്നൊക്കെ പറഞ്ഞ് വിട്ടാൽ മതി. അള്ളക്ക് പല പ്രോഗ്രാമുണ്ട്. ഒറ്റ അടിമേൽ ഇവനെ മുക്കും വേണം, വില രക്ഷപ്പെടുത്തും വേണം. 2 പണി നടത്തണം. ആർക്ക്? ഇതാണ് അള്ളാഹ്. ഒരാളെ രക്ഷപ്പെടുത്താനും അതേ വഴി, ഒരാളെ നശിപ്പിക്കാനും അതേ വഴി. ഒരാളെ നശിപ്പിക്കാനുള്ള വഴി അത് തന്നെയാണ്, രക്ഷപ്പെടുത്താനുള്ള വഴിയും അത് തന്നെ.
ഇത് ചെയ്യുന്ന ആളാണ് അള്ളാഹു. ഈ അള്ളാഹിനെ അറിയണം നമ്മൾ. അപ്പൊ എല്ലാ പരിപാടിയിലും അള്ളാഹുവിന്റെ ഈ നിലയിലുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട് നമ്മളെടുക്കൽ. നമ്മൾ അറിയില്ല എന്ന് മാത്രം. നമ്മളറിയില്ല. നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് കാണിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പണി നമുക്ക് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ മക്കളോ കുട്ടികളോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള അവസാനം മക്കളും കുട്ടികളൊക്കെ എന്താ ചെയ്യാ, പുറത്താക്കുക. എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലെങ്കിൽ എന്നൊക്കെ 70ാമത്തെ വയസ്സ് കരയാൻ നിൽക്കണ്ട. ഇനി ഒരു 7 വയസ്സുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ചിലപ്പോ 50ലും വരും, ചിലപ്പോ 60ലും വരും. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി നിലകൊണ്ടോളി. ആരും ഒഴിവാക്കിയാലും ആരുണ്ടാവും ഭൈ. ആരും ഒഴിവാക്കിയിട്ട് കാര്യമില്ല. എന്റെ കൂടെ അള്ളാഹ് ഉണ്ടാവും. എനിക്കൊരു പ്രശ്നമില്ല. ആരും ഒഴിവാക്കിയാലും. ഒരു ഫാമിലി ഒരാൾ ഒഴിവാക്കി അപ്പൊ അദ്ദേഹനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഞാൻ വരിക്കള് ബേജാറാവണ്ട, നിങ്ങളാ കാര്യത്തിൽ അള്ളാഹ് എന്തെങ്കിലും നിലപാടെടുക്കാതിരിക്കൂല. നിങ്ങൾ ആരും സഹായമില്ലാതെ അദ്ദേഹം പറയും വയസ്സായി എന്തെങ്കിലും ആയി രോഗിയൊക്കെയായി എല്ലാവരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട മാന്യനായി ജീവിച്ച ആളാണ്. ദീനനുസരിച്ച് ജീവിച്ചതിന്റെ വീട്ടിൽ പ്രശ്നങ്ങളായി അയാൾ വീട്ടിൽ നിന്ന് പുറത്തായ ആളാണ്. അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അയാളുടെ പേര അയാൾ കൊടുത്തു, എല്ലാവരും കൊടുത്തു. ഞാൻ എന്റെ ഈമാനും എന്റെ ദീനായിട്ട് പോവാണ് പറഞ്ഞ അയാൾ പതുക്കെ തന്നെടുത്താണ്. അവസാനം അവസാനം സാമ്പത്തികമായും ബലഹീന അവസ്ഥയിലെത്തിയൊക്കെയായി. നമ്മളൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും ബേജാറാണ്, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബുണ്ട്, അത് നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തും. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ കിടക്കാതെ അവിടെ മരിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ. അതേപോലെ അയാൾ ആഫിയത്തിലായിട്ട് അയാൾ ഒരാൾക്കും അയാളെ കൊണ്ട് എന്തുണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത കോലത്തിൽ അയാൾ മരിച്ചു. ഞങ്ങൾ നേരെ കണ്ട ഞാൻ അയാളോട് ഈ വാക്കെന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അള്ളാഹ്ക്ക് വേണ്ടി നിലകൊണ്ടവനെ ആരേറ്റെടുക്കും? ആരുമില്ലാത്തവർക്കുള്ള ആളാണ് ആര്? ഇമാദല. തുണയില്ലാത്തവനെ ആസ്വദിക്കാൻ ആളില്ലാത്തവനെ ആസ്വദിക്കാനുള്ള ആളാണ് ആര്? അല്ലാഹ്. അല്ലാഹ് അവന്റെ കൂടെ ഉണ്ടാവും. ജിസ്കെ സാത്ത് അല്ലാഹ് ഹൈ ഉസ്കെ സാത്ത് സബ് കുച്ച് ഹൈ. ആരെ കൂടെ അള്ളണ്ടോ അവന്റെ കൂട്ടത്തില് എല്ലാം ഉണ്ട്. സബ് കുച്ച് ഹോനെ കെ ബാവജൂദ് അല്ലാഹ് നഹീ തോ കുച്ച് ഭീ നഹീ. എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ അല്ലല്ലെങ്കിൽ ഓനൊന്നുമില്ല. കുച്ച് ഭീ ന ഹോനെ കെ ബാവജൂദ് അല്ലാഹ് ഹൈ തോ സബ് കുച്ച് ഹൈ. ഒന്നുമില്ലാത്തതിന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് അല്ലുണ്ടെങ്കിൽ ഓനെല്ലാം ഉണ്ട്. ഇത് നമ്മളെന്നും നമ്മളെ ഉള്ളിനോട് പറഞ്ഞുകൊടുക്കണം. എനിക്കാരില്ലേലും കുഴപ്പമില്ല, ആര് വേണം. അത് വെറുതെ ഡയലോഗുമ്പോ വരൂല. എന്തുമേല വരിക അറിയോ? ജീവിതത്തുമേല വരിക, അമലുമേലാണ് വരിക. അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക, അള്ളാഹിന്റെ തൃപ്തിയിലായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ സഹായിക്കും. ആരമ്മൾ ഒഴിവാക്കി വെച്ച കുഴപ്പമില്ല. മഹല്ല് ഒഴിവാക്കി, നാട്ടുകാരെ ഒഴിവാക്കി, പെണ്ണുങ്ങൾ ഒഴിവാക്കി, ലോകം ഒഴിവാക്കി, ആരും ഒഴിവാക്കിയോട്ടെ കോയി ഭാഗത്തിനെ ഈ വൈ ഒരു വസ്തുവില്ല. നമുക്ക് ആരുണ്ട്? അള്ളണ്ട്. പിന്നെ മരിച്ചു കഴിഞ്ഞാലല്ലേ എന്തുള്ളത്? ജീവിതം ഉള്ളത്. ജീവിച്ചിരിക്കും എന്ത് ജീവിതം ഉള്ളത്? ഇതൊരു കളിയും തമാശയല്ലാണ്ട്. ഇന്നലെ പോയി എന്താ പിള്ളേരുള്ളത്? ഇന്നലെ തിന്നൊക്കെ തിന്നാത്തൊക്കെ പോയി. ഉറങ്ങിയവന് ഉറക്കം കിട്ടി, നിസ്കരിച്ചവന് നിസ്കാരം കിട്ടി. അതോകയാ ഗുസർ ഗയാ. അത് കഴിഞ്ഞു പോയി. ഇനി നാളുണ്ടോ അറിയില്ല. പക്ഷെ ഒരു ജീവിതമുണ്ട്. അത് അബദുൽ അബാദുല മഹദൂദ് സിന്ദഗി. ഒരു അവസാനമില്ലാത്ത ജീവിതമാണ്, മരണമില്ലാത്ത ജീവിതമാണ്. അവിടെയാണ് യഥാർത്ഥ ജീവിതം. അവിടെ നമ്മളൊക്കെ അവിടെ എല്ലാവരും ഒറ്റയാണ്. അവിടെ ഫാമിലി ലഗേജ് അല്ല തൂക്കല്. ഭാര്യന്റെ മക്കളുടെ എല്ലാവരുടെയും പാടെ വെച്ചിട്ട് ത്രാസിച്ച് തൂക്കുക. അങ്ങനെ ഇന്ന ആൾക്കാർ, ഈ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ ഫുൾ ടൈം ടീം. നിങ്ങൾ ഏകദേശം ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിലും മാഷാഅല്ലാഹ് നിങ്ങൾ എല്ലാവരും കഴിച്ചില്ലേ? അങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ തൂക്കുക. നിന്റെ തൂങ്ങിന് യൂട്ടോ അറിയും, ഭാര്യന്റെ തൂങ്ങിയില്ല ഓള് കിടക്കട്ടെ അറിയും, മറ്റൊന്റെ തൂങ്ങിന് ഓൻ കിടക്കട്ടെ അറിയും. എന്നാ പിന്നെ ഓ ചോദിക്കോ, എന്റെ ഭാര്യ ഇല്ലാതെ ഞാൻ സ്വർഗത്ത് പോയില്ല, ഞങ്ങൾ രണ്ടാളും പാടെ അങ്ങോട്ട് പോവാം. ആരും പറയോ? ഏത് ഭാര്യ ബൈ ഫലാ ബൈനവും യൗമഇദിൻ. അവിടെ കുടുംബ ബന്ധമില്ല. അവരാരും ആരെ പറ്റിയും ചോദിക്കൂല്ല. ഇത് ഞാൻ പറയില്ല, അള്ളാഹു പറയാണ്. അതൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് ആരും എന്ത് ചെയ്യണ്ട, നിക്കണ്ട. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാന്നാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ലാണ്ട് ഈ നാട് വായനയുടെ കൂട്ടത്തിൽ, ഓടുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളും ഓടിയാൽ നമ്മളും കുടുങ്ങും, ഉറപ്പായിട്ടും കുടുങ്ങും. കാരണം നാട്ടിൽ അങ്ങനത്തെ അവസ്ഥകളല്ലേ. ഹലാല് സൂക്ഷിക്കാറ കുറച്ച് പ്രയാസം. ആൾക്കാർ സമ്മതിക്കൂലേ, ആൾക്കാർ സമ്മതിക്കൂല. എന്താ ഈ പാരാത്തെന്നാ ചോദിക്കണേ.
എന്താ എനിക്ക് ഇറച്ചി കണ്ട മനുഷ്യന്മാരൊക്കെ ഇറച്ചി വിടുന്നുണ്ട്, എനിക്കെന്താ കൂട്ടല് എന്ന് പറഞ്ഞിട്ട് തൊള്ളേക്ക് എന്ത് ചെയ്യാണ്, കുത്തി തിരികാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഈ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കാം. നമുക്ക് അമൽ ചെയ്ത് തീരുമാനമാവും.